മദ്യനയം പരിഷ്കരിക്കുന്നതിനായി ബാർ ഉടമകളിൽ നിന്ന് പണം പിരിക്കാൻ ശ്രമമെന്ന വിവാദത്തിൽ പുതിയ വഴിത്തിരിവുകൾ. മദ്യനയം പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ടൂറിസം സെക്രട്ടറി യോഗം വിളിച്ചു ചേർത്തത് എന്തിനെന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിക്കുന്നു. ടൂറിസം സെക്രട്ടറി വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തലക്കെട്ട് മദ്യനയം പരിഷ്കരിക്കുന്ന യോഗമെന്നായിരുന്നു. എല്ലാ മേഖലകളിലും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനപ്രകാരമാണ് യോഗം എന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ഇക്കാര്യത്തിലുള്ള വിശദീകരണം. മദ്യനയത്തിൽ പരിഷ്കാരം വരുത്തണമെങ്കിൽ കോഴ നൽകണം എന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. ദില്ലി സർക്കാരിനെതിരെയുള്ള ആരോപണം പോലെ കേരളത്തിലുമുണ്ട് രാഷ്ട്രീയ അഴിമതി. കേരളത്തിൽ പൊളിറ്റിക്കൽ കറപ്ഷൻ. വിഷയത്തിൽ നമ്മോടൊപ്പം വി ആർ അനൂപ് കോൺഗ്രസ്, ജേക്കബ് ജോർജ് മാധ്യമപ്രവർത്തകൻ, കെ ജെ ജേക്കബ് മാധ്യമപ്രവർത്തകൻ എന്നിവർ കൂടി നമ്മോടൊപ്പം തുടരും. ശ്രീ വി ആർ അനൂപ്, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് ഈ വോയിസ് ക്ലിപ്പ് എങ്ങനെ പുറത്തേക്ക് വന്നു, എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ന കാര്യമാണ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത്. അതല്ലാതെ ആ വോയിസ് ക്ലിപ്പിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കാനല്ല എന്നാണ്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപമുണ്ട് എങ്കിൽ ഒരു പരാതി വേണ്ടേ ശ്രീ വി ആർ അനൂപ്? അങ്ങനെ ഒരു പരാതി ഉണ്ടോ കോൺഗ്രസിന് അല്ലെങ്കിൽ ഏതെങ്കിലും ബാർ ഉടമകൾക്ക്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇവിടെ വളരെ അസാധാരണമായ ഒരു വെളിപ്പെടുത്തലാണ് ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ LDF ഭരണമുന്നണിയുടെ രാഷ്ട്രീയമായി തീരുമാനിക്കേണ്ട ഒരു നയത്തിൽ വേറൊരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുമായി ബന്ധപ്പെടുത്തി വേണം നമ്മൾ ഇതിനെ പരിശോധിക്കാൻ. അന്ന് കൃത്യമായി അത്തരം ഒരു മണി ട്രാൻസാക്ഷൻ ഉണ്ടായതായി ആ നയത്തിൽ പ്രതിഫലിച്ചിട്ടില്ല. ആ നയം നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. ആ നയത്തെ സ്വാധീനിക്കാനുള്ള ചില പരിശ്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അന്ന് KM മാണിയുടെ വീട്ടിലാണ് നോട്ടെണ്ണുന്ന മെഷീൻ ഉള്ളത് എന്ന് പറഞ്ഞിരുന്ന ആളുകൾക്ക് ഇന്ന് എവിടെയാണ് അത്തരം മെഷീൻ ഉള്ളത് എന്ന് പറയാനുള്ള ഒന്ന് ഇടപെട്ടോട്ടെ. നോക്കൂ, നമ്മളിങ്ങനെ ഉപരിപ്ലവമായി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുറം കാര്യങ്ങൾ മാത്രം നിലനിർത്തിയിട്ടോ കാര്യമില്ല. CPM ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. താങ്കൾ കോൺഗ്രസ് പ്രതിനിധി ആയതുകൊണ്ടാണ് ആ കാര്യം ചോദിക്കുന്നത്. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടോ അഴിമതി നടന്നു എന്നുള്ളത്? ശരിയാണ്, ഒരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട്. ആ ഓഡിയോ ക്ലിപ്പിൻ്റെ പുറത്ത് ഞാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് പറഞ്ഞ് അയാൾ ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ MP രാജേഷ് എന്ന് പറയുന്ന എക്സൈസ് മന്ത്രിക്കൊരു പരാതിയുണ്ട്. ആ പരാതി എന്താണ്? ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. ആ പരാതി പോലീസ് ചീഫിന് എഴുതി കൊടുക്കുന്നു. പോലീസ് ചീഫ് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നു. ക്രൈംബ്രാഞ്ച് അക്കാര്യത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കുകയാണ്. കോൺഗ്രസിന് അക്കാര്യത്തിൽ ആക്ഷേപം ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യാറുണ്ടല്ലോ. രമേശ് ചെന്നിത്തല കോടതിയിൽ പോകാറുണ്ട്, അല്ലെങ്കിൽ വി ഡി സതീശന് കോടതിയിൽ പോകാൻ സാധിക്കും. അങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടോ പരാതിയായി രേഖാമൂലം സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ? അല്ല, അത് താങ്കൾ ഉന്നയിക്കുന്നത്, താങ്കൾ ചോദിക്കുന്നത് നിയമപരമായി എന്ത് കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ആലോചിച്ച് വിശദമായി അത്തരം നടപടികൾ സ്വീകരിക്കും. അത് ഈ പറയുന്ന കേസിൽ കൈക്കൂലി കൊടുത്ത ആൾക്ക് പരാതി ഉണ്ടോ എന്നുള്ള ബാലിശമായ ചോദ്യമാണ് അങ്ങ് ഉന്നയിക്കുന്നത്. ഇതിനകത്ത് അങ്ങനെ ബാലിശമായ ചോദ്യമല്ല ശ്രീ വി ആർ അനൂപ്. ഇതിൽ ഇപ്പോൾ അനിമോൻ എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ ബാർ ഉടമകളുടെ അസോസിയേഷൻ പ്രസിഡന്റ് ആർക്ക് കൊടുത്തു പണം എന്ന് വിശദമാക്കുന്നില്ല ആദ്യത്തെ ക്ലിപ്പിൽ. അല്ല, ചോദ്യം ചോദിക്കുമ്പോൾ ബാലിശമാണെന്നോ അല്ലെങ്കിൽ അത് എന്തെങ്കിലും രാഷ്ട്രീയ ഉദ്ദേശമാണെന്നോ സ്വാഭാവികമായും ആക്ഷേപിക്കാം. അക്കാര്യത്തിൽ മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അങ്ങ് ചോദിക്കുന്നത് ഇതിനകത്ത് പരാതിക്കാരുണ്ടോ എന്നല്ലേ? അതെ. ഇതിനകത്ത് കോൺഗ്രസ് പരാതിക്കാരനായി ഉണ്ടോ എന്നല്ല അങ്ങയുടെ ചോദ്യം. ആരെങ്കിലും പരാതിക്കാരനായിട്ടുണ്ടോ? ഇതിനകത്തുള്ള പരാതി എന്താണ്? അല്ലെങ്കിൽ പരാതി ഒന്നാമത്തെ ചോദ്യം പരാതി എന്താണെന്നാണ്. രണ്ടാമത്തെ ചോദ്യം പരാതിക്കാരനുണ്ടോ എന്നാണ്. മൂന്നാമത് ആർക്കെതിരെയാണ് പരാതി എന്നാണ്. അല്ല, ഇത് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിൽ അഴിമതി നടത്താനുള്ള വലിയ പരിശ്രമം നടന്നു എന്നുള്ള പരാതി വളരെ വ്യക്തമല്ലേ? നിങ്ങൾ ഇതിനെ ലീഗാലിറ്റിയുടെ സാങ്കേതികത പറഞ്ഞ് താങ്കളുടെ പോലൊരു മാധ്യമ പ്രവർത്തകനെ ന്യായീകരിക്കുന്നത് ശരിയാണോ? ഇതിനകത്ത് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താ? ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോഴ കൊടുക്കണമെന്ന്. ഇതിനകത്ത് ബാർ ഉടമകൾ ആരെങ്കിലും പരാതിക്കാരായി പോകുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ ഇതിനകത്ത് രണ്ട് കക്ഷികളും തമ്മിൽ പരാതിയില്ലെങ്കിൽ ജേക്കബ് ജോർജ്, ഇതിപ്പോ സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയ പരിഷ്കരണത്തിൽ നമ്മൾ കാശ് കൊടുത്താൽ മാത്രമേ കാര്യം നടക്കൂ എന്ന് ഒരു ബാർ ഉടമ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളുടെ ഒരു വോയിസ് ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ വോയിസ് ഇടുകയാണ് ചെയ്യുന്നത്. അത് പ്രഥമ ദൃഷ്ട്യാ ഒരു പരാതിയായി കണ്ട് എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ചോദ്യം.
അല്ല അങ്ങനെ ബാർ ഉടമ ഈ പരാതി ആരുന്നയിക്കും? പോലീസിന് അങ്ങനെ സുവോമോട്ടോ കേസ് എടുക്കാൻ പറ്റുമോ? ഇതുപോലെ ഒരു കേസിൽ, ഇതൊരു കേസ് എന്ന് തന്നെ പറയാം. ഇവിടെ ബാർ ഉടമസ്ഥനും ബാർ ഉടമകളുടെ ജില്ലാ പ്രസിഡന്റുമായ, ഇടുക്കി ജില്ലാ പ്രസിഡന്റുമായ അനിമോൻ പറയുന്നത് എല്ലാവരും കാശ് തരണം എന്നാണ്. അങ്ങനെ ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ? കാശ് അങ്ങനെ പിരിക്കണം എന്ന് സംഘടനാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കാശ് കൊടുത്തിട്ടുണ്ടോ? നേരത്തെ കൊടുത്തിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിക്കാം. പക്ഷേ ഇത് അതുവരെ എത്തിയില്ല. അതുവരെ എത്തിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് സംഘടിതമായി ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിന് തൽപര കക്ഷികൾ ആരോ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇത് പുറത്തായത്. അനിമോനാകാൻ സാധ്യതയും ഇല്ല. അനിമോന്റെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്കറിയില്ല. അനിമോൻ തൊടുപുഴക്കാരനാണെന്ന് മാത്രമേ അറിയൂ. അനിമോന്റെ രാഷ്ട്രീയം അനിമോൻ ജോസഫ് ഗ്രൂപ്പുമായി ചേർന്ന് പോകുന്ന ആളാണെന്ന് ദേശാഭിമാനി ആരോപിച്ചിട്ടുണ്ട്. അത് ഇന്ന് ദേശാഭിമാനിലുണ്ട്. പക്ഷെ എനിക്കത് അറിയത്തില്ല. അത് എന്തോ തൊടുപുഴയിലെ രാഷ്ട്രീയം, തൊടുപുഴക്കാരനായതുകൊണ്ട് PJ ജോസഫും തൊടുപുഴക്കാരനായതുകൊണ്ട് ചില രാഷ്ട്രീയ ബന്ധങ്ങൾ കാണുമായിരിക്കാം. പക്ഷേ ബന്ധമുണ്ടായാലും രാഷ്ട്രീയമുണ്ടായാലും ഇല്ലെങ്കിലും കഴിഞ്ഞ തവണത്തെ കാര്യം അറിയാമല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് ചർച്ചകളിൽ പറഞ്ഞതാണ്. കഴിഞ്ഞ തവണയും KM മാണിക്കെതിരെ ഉയർന്ന, അത് UDF-ന്റെ അകത്ത് വലിയ പ്രശ്നമായ ആ ബാർ കോഴ കേസിലും അനിമോൻ ഒരു കേന്ദ്ര കഥാപാത്രം തന്നെയായിരുന്നു. അനിമോൻ അന്ന് സാക്ഷി പറയേണ്ടതായിരുന്നു. സാക്ഷി പറയാനൊക്കെ തയ്യാറായി മുന്നോട്ട് വന്നെങ്കിലും തൊടുപുഴയിൽ നിന്ന് തിരിച്ചു കൊട്ടാരക്കര ആയപ്പോഴത്തേക്ക് അദ്ദേഹം മടങ്ങിപ്പോയി, എത്തിയില്ല. കൂടെ സാക്ഷി പറയേണ്ട മറ്റു 3 പേരും അതോടുകൂടി യാത്ര അവസാനിപ്പിച്ച് തിരിച്ചുപോയി. അങ്ങനെ ഒരു 4 പേരുടെ സാക്ഷി നടന്നില്ല. അത് KM മാണിക്കെതിരെ സാക്ഷി പറയാൻ വേണ്ടിയാണ് അവർ വന്നത്. പക്ഷെ വഴിക്ക് വെച്ച് ആരോ വിലക്കി. ആരാണെന്ന് ചിലപ്പോൾ ഒന്നും കൂടെ ചൂഴ്ന്നിറങ്ങിയാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമായിരിക്കും. എന്തായിരുന്നു സാക്ഷിമൊഴി കൊടുക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം? അത് വേണ്ട എന്ന് വെച്ചത് എന്തുകൊണ്ട്? ആരുടെ സമ്മർദ്ദം കൊണ്ട് എന്നൊക്കെ വേണമെങ്കിൽ ഇപ്പോഴും കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ ആരും കണ്ടുപിടിക്കാൻ തയ്യാറായിട്ടില്ല. ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ്. അനിമോൻ എന്തുകൊണ്ട് കൊട്ടാരക്കര വരെ വണ്ടിയിൽ വന്നു? അനിമോൻ എന്നയാളെ തുടർച്ചയായ 2 ദിവസമായി മാധ്യമപ്രവർത്തകർ ശ്രമിക്കുന്നു. ചിലരൊക്കെ അദ്ദേഹത്തെ കിട്ടി, പക്ഷേ കൂടുതലൊന്നും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് മലയാള മനോരമ ആ നിലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊക്കെ തുടർച്ചയായി അയാളുടെ ഫോണിൽ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള വസ്തുത. എന്തിനാണ് ഇത്രയധികം ഭയക്കുന്നത്? ഒരു വോയിസ് ക്ലിപ്പ് ഇട്ടിരിക്കുന്നു. ആ വോയിസ് ക്ലിപ്പിൽ ക്ലാരിറ്റി പിറ്റേ ദിവസം അദ്ദേഹം വരുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യങ്ങളിൽ ഓഫ്ലൈനായെങ്കിലും പറയാൻ കഴിയാത്ത വിധത്തിൽ പേടിച്ച് വിരണ്ടിരിക്കുകയാണോ ഒരു ബാർ ഉടമ എന്നുള്ള ചോദ്യം അവിടെ പ്രധാനപ്പെട്ടതല്ലേ? മാത്രമല്ല, കഴിഞ്ഞ ബാർ കോഴ കേസിലൊക്കെ തന്നെയും വലിയ നിലയിൽ ഓരോ ഗ്രൂപ്പുകളായി വന്ന് ഈ മാധ്യമങ്ങളോട് സംസാരിക്കാൻ ബാർ ഉടമകൾ തയ്യാറായിരുന്നു. ഇത്തവണ ഒരൊറ്റയാൾ സംസാരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇത്തവണ എന്താണ് കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായ കാര്യം എന്നുള്ളതാണ് വിഷയം. ഇവിടെ ദയവായി തുടരുക. ഞാൻ KJ ജേക്കബിലൂടെ കൂടെ പോട്ടെ. ശ്രീ KJ ജേക്കബ്, പക്ഷേ ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ ഉന്നയിച്ച വിഷയം പ്രസക്തമാണ്. അദ്ദേഹം പറയുന്നത് പുതിയ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ടൂറിസം ഡയറക്ടറുടെ അധ്യക്ഷതയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച സൂം മീറ്റിംഗ് നടന്നു. ആ സൂം മീറ്റിങ്ങിൻ്റെ ലിങ്ക് തൻ്റെ കയ്യിലുണ്ട് എന്ന് ശ്രീ VD സതീശൻ പറയുകയുണ്ടായി. ടൂറിസം മാർക്കറ്റിംഗ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടറാണ് ലിങ്കും പാസ്വേഡും അയച്ചത്. എന്നിട്ട് ആ സൂം മീറ്റിങ്ങിൻ്റെ ഹെഡിങ് എന്തായിരുന്നു എന്നറിയാമോ? മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്ന്. നോക്കൂ, ടൂറിസം ഡയറക്ടർ മദ്യനയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു സൂം മീറ്റിംഗ് വിളിക്കുകയാണ് എന്നുള്ളത് എങ്ങനെയാണ് ന്യായീകരിക്കാൻ സർക്കാർ ശ്രമിക്കുക എന്ന് താങ്കൾക്ക് വല്ല ബോധ്യമുണ്ടോ ശ്രീ KJ ജേക്കബ്? എനിക്കൊരു ബോധ്യമില്ല, എനിക്കത് മനസ്സിലായുമില്ല. അതെന്തിനാണ് സർക്കാർ ന്യായീകരിക്കുന്നതെന്ന്. സർക്കാർ എന്തിനാണ് ന്യായീകരിക്കുന്നത്? അതിലെന്താണ് ന്യായീകരിക്കാനുള്ളത്? ടൂറിസം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, ടൂറിസം വ്യവസായ, അവർ അബ്കാരി കോൺട്രാക്ടർമാരെയാണ് വിളിച്ചതെങ്കിൽ എനിക്ക് മനസ്സിലാവും. ടൂറിസം വ്യവസായ രംഗത്തുള്ള മനുഷ്യരോട് അല്ലല്ല, ഇതിനകത്ത് ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റ് സുനിൽകുമാറും ഉണ്ട് യോഗത്തില്. അല്ല, അവർ ബാർ ഉടമകളെയാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അത് അവർ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ കൺസ്യൂമേഴ്സിനാണോ വിളിച്ചത്, അതെയോ ബാർ ഉടമകളെയാണോ വിളിച്ചത്? ഇതിനകത്ത്
ബാർ ഉടമകളുടെ സംഘടനയുടെ നേതാവ് വി സുനിൽകുമാറുണ്ട്, ചൈന സുനിൽ എന്ന് വിളിക്കുന്ന വി സുനിൽകുമാറുണ്ട്. പക്ഷേ അയാൾ മാത്രമല്ല കേട്ടോ, കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി പ്രസിഡന്റ് ആൻഡ് സെക്രട്ടറി, ഇവന്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, ഹൗസ് ബോട്ട് അസോസിയേഷൻ, ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷൻ, അതാണ് സുനിൽകുമാറിന്റെ സംഘടന. സൗത്ത് കേരള ഹോട്ടൽ ഫെഡറേഷൻ, അസോസിയേഷൻ ഓഫ് അപ്രൂവ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് ഹോട്ടൽസ് ഓഫ് കേരള, കേരള ടൂറിസം ഡെവലപ്മെന്റ് അസോസിയേഷൻ. അപ്പൊ എസെൻഷ്യലി അത് ടൂറിസം വ്യവസായവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ നികേഷ്? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതിനാണ് ന്യായീകരിക്കാൻ വേണ്ടി പോകുന്നത്. അത് സർക്കാരിൽ പല ഭാഗത്തായിട്ട് പലപ്പോഴും നടക്കുന്ന ചർച്ചയായിട്ട് മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ചാർജ്, നികേഷ് നേരത്തെ ചോദിച്ചതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സർക്കാർ ഒരു ടൂറിസം ഡിപ്പാർട്ട്മെന്റ്, ഇത് എനിക്ക് ഈ ടൂറിസം വ്യവസായവുമായിട്ടുള്ള കാര്യങ്ങൾ ഒരു 10-20 വർഷമായിട്ട് കേരളത്തിൽ ബന്ധപ്പെടുന്ന ഒരു പത്രക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇതവരുടെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ് ഈ ഡ്രൈ ഡേ, 1-ാം തീയതി ഡ്രൈ ഡേ മാറ്റുക എന്നുള്ളതും ഈ ടൈം നീട്ടിക്കൊടുക്കുക എന്നുള്ളത്. ടൈമിനേക്കാളും പ്രധാനപ്പെട്ടത് ഈ 1-ാം തീയതി ഡ്രൈ ഡേ മാറ്റണം എന്നുള്ള എത്രയോ കാലമായിട്ടുള്ള അവരുടെ ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങൾ ആ പറഞ്ഞ കൂട്ടത്തിലും ഈ ഇവന്റ് മാനേജ്മെന്റ് അവരുടെ ഗ്രൂപ്പുണ്ട്, അവരുടെ എത്രയോ കാലമായിട്ടുള്ള ആവശ്യമാണ്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വലിയ സമ്മേളനം 500-ഓ 1000-ഓ ഒക്കെ പ്രതിനിധികൾ വരുന്ന ഒരു ദേശീയ സമ്മേളനം വരുമ്പോൾ അത് 1-ാം തീയതിയാണ് എങ്കിൽ കേരളം എന്നുള്ള ഒരു ഡെസ്റ്റിനേഷൻ അവർക്ക് പരിഗണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കേരളത്തിലുള്ള ബിസിനസ് വരത്തേയില്ല. അതുകൊണ്ട് അവരുടെ വളരെ കാലമായിട്ടുള്ള ആവശ്യമാണിത്. ഇത് സർക്കാർ പരിഗണിക്കേണ്ടതാണ്. ഞാനത് എത്രയോ കാലമായിട്ട് പറയും, ഇത് സർക്കാർ പരിഗണിക്കേണ്ടതാണ്. ഇപ്പൊ ഇന്നലെയൊക്കെ ഞാൻ വാർത്ത കണ്ടു, അതിൽ ഡ്രൈ ഡേ ഇനി മാറ്റുന്ന പ്രശ്നമില്ല എന്ന്. സർക്കാർ ഇങ്ങനെ ഡിഫെൻസീവ് ആകേണ്ട ആവശ്യമൊന്നുമില്ല. അത് ആ വ്യവസായത്തിന് ആവശ്യമാണ് എങ്കിൽ, നമ്മളുടെ ഒരു പോളിസിക്ക് അനുസരിച്ച് അത് പോകുന്നുണ്ടെങ്കിൽ ആ ഡ്രൈ ഡേ എന്ന് പറയുന്ന അസംബന്ധം ഈ തമിഴ്നാട്ടിലില്ല, കർണാടകത്തിലില്ല, തെലങ്കാനയില്ല, കേരളത്തിൽ മാത്രം പ്രത്യേക തരത്തിലുള്ള ഒരു മദ്യവർജന നയം കൊണ്ടുവന്നിട്ട് ഒരു വ്യവസായത്തെ നശിപ്പിക്കുന്നതിന് പകരം അതെടുത്ത് കൊട്ടയ്ക്കത്തിടണമെന്നേ. അതുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ചർച്ച നടത്തുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലോ പണം കൊടുത്തു എന്നൊരു ആരോപണം ഉണ്ട് എങ്കിൽ വളരെ ഗുരുതരമാണ് എന്ന് ഞാൻ പറയും. ആർക്കെങ്കിലും, ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ട ആർക്കെങ്കിലും പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് എന്ന് ഞാൻ പറയും. ശ്രീ കെ ജെ ജേക്കബ് പ്രശ്നം, അതായത് പണം ആവശ്യപ്പെട്ടു മദ്യ നയം പരിഷ്കരിക്കുന്നതിന് വേണ്ടി, പക്ഷേ അതിനിടയിൽ പിടിക്കപ്പെട്ടത് കൊണ്ട് പണം കൊടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വെച്ചത് അഴിമതി അല്ലാതാകുമോ? എനിക്ക് അതായത് പണം ആരെങ്കിലും ആവശ്യപ്പെട്ടോ, അതും വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും പണം ആവശ്യപ്പെട്ടെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. എനിക്ക് കാര്യം തർക്കമില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട ആരെങ്കിലും സർക്കാരിന്റെ നയവുമായി ബന്ധപ്പെട്ട് ഇത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു ആരോപണം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് വളരെ സീരിയസ് ആയിട്ടുള്ള ആരോപണമാണ്. ഇടതുമുന്നണി അത് ഡിഫെൻഡ് ചെയ്യേണ്ടി വരും. അനൂപ്, അവിടെയാണ് നമുക്ക് ക്ലാരിറ്റിയോട് കൂടി ചർച്ച ചെയ്യാം. ആരെങ്കിലുമൊക്കെ പണം ആവശ്യപ്പെട്ടതായി ആക്ഷേപം ഉണ്ടോ? അങ്ങനെ ആക്ഷേപം ഉണ്ട് എങ്കിൽ ആ ആക്ഷേപം വോയിസ് ക്ലിപ്പിലൂടെ പറഞ്ഞ ആളല്ലേ അത് വിശദീകരിക്കേണ്ടത്. ഇനി അനിമോൻ എന്ന് പറയുന്ന ബാർ ഉടമക്ക് അക്കാര്യത്തിൽ ഭയമാണ് എങ്കിൽ അനിമോൻ്റെ വിവരങ്ങൾ എടുക്കാൻ കഴിയുന്ന ആളുകളാണ് ജോസഫ് ഗ്രൂപ്പ് കൂടി ഭാഗമായിട്ടുള്ള UDF-കാർ. അവർക്ക് എന്തുകൊണ്ട് അനിമോൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഇങ്ങനെ ഒരു പരാതിയാണ് യഥാർത്ഥത്തിൽ അനിമോൻ ഉദ്ദേശിക്കുന്നത്, അത് പക്ഷേ അനിമോന് പറയാൻ ധൈര്യമില്ല, ഞങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പരാതിയുടെ രൂപത്തിലാക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? ഇതിപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ, ഇതിന് നേരിടുന്ന വിധം, പണം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ, അതിന് സാക്ഷികളുണ്ടോ എന്നൊക്കെ ചോദിക്കാം. അത്തരം ചോദ്യങ്ങൾ ഉയർത്തുന്നത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഇപ്പൊ ഞാൻ ചോദിച്ചിട്ടില്ല, ആരും ചോദിച്ചിട്ടില്ല. ഇല്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഉണ്ടെങ്കിൽ ദയവായി അങ്ങ് പറയുക. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, ഇതിനകത്ത് ആരെങ്കിലും പണം കേൾക്കൂ ശ്രീ വി ആർ അനൂപ്, ഇതിനകത്ത് ആരെങ്കിലും പണം ചോദിച്ചിട്ടുണ്ട് എങ്കിൽ ആ ചോദിച്ച ആൾ ഇന്നയാളാണ് എന്നതിന്റെ ഒരു പരാതിക്കൊരു അടിസ്ഥാനം വേണമെന്ന് സ്വാഭാവികമായും ചോദിക്കുമല്ലോ. ഇത് ആരോപണത്തിന്റെ ആദ്യ ഘട്ടം മാത്രമല്ല, വിശദമായ അന്വേഷണത്തിലേക്ക് പോയിട്ടില്ല. ഇവിടെ കേരളത്തിലെ സർക്കാർ എടുക്കാൻ പോകുന്ന നയപരമായ ഒരു തീരുമാനത്തിൽ സ്വാധീനിക്കാവുന്ന പണപ്പിരിവ് നടന്നിരിക്കുന്നു എന്ന് ഒരു വാട്സപ്പ് ക്ലിപ്പ് നമുക്ക് കിട്ടുകയാണ്. അത് ഒരു അന്വേഷണം നടത്തേണ്ടതാണ് എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് സംശയമില്ലല്ലോ. അങ്ങനെ ഗൗരവപ്പെട്ട ആരോപണമായതുകൊണ്ടാണല്ലോ മന്ത്രിക്ക് പോലും അത് ക്രൈംബ്രാഞ്ചിന് കൈമാറേണ്ടി വരുന്നത്. ഇവിടെ ക്രൈംബ്രാഞ്ച് ഇത്തരമൊരു അന്വേഷണം നടത്തുമ്പോൾ അത് ക്രൈംബ്രാഞ്ച് ഈ പറയുന്ന പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ അന്വേഷണം നടത്തുമെന്ന് നമ്മൾ കരുതുന്നുണ്ടോ?
കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ജുഡീഷ്യൽ അന്വേഷണമായിരുന്നു ഉന്നയിക്കപ്പെട്ടത്. അത് ഉമ്മൻചാണ്ടി അനുവദിച്ചു. ഉമ്മൻചാണ്ടി അതിന് നേരിടാൻ തയ്യാറായി. ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം പോലും പറയുന്നത് ഗൂഢാലോചന, സർക്കാരിനെ അട്ടിമറിക്കാനുള്ള എന്തെങ്കിലും ഗൂഢാലോചന നടന്നോ എന്നാണ് പറയുന്നത്. സത്യത്തിൽ ഇത് അന്വേഷണം ആവശ്യപ്പെടുന്നത്ര ഗുരുതരമായ ആരോപണമാണ് എന്നുള്ള കാര്യത്തിൽ മന്ത്രിക്കും താങ്കൾക്കോ എനിക്കോ സംശയമില്ല. പക്ഷേ ഇത് എങ്ങനെ അന്വേഷിക്കണം എന്നുള്ളതാണ്. ഇവിടെ ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച കാര്യമില്ലേ, ഇപ്പോൾ ജേക്കബിനെ പോലെ ഒരു പത്രപ്രവർത്തകൻ പറയുന്നത് എന്താ, ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അത്തരം അസാധാരണത്വങ്ങളൊന്നുമില്ല എന്നാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ടൂറിസം മിനിസ്റ്റർ അത്തരത്തിലുള്ള ഒരു ആലോചനയും നടന്നിട്ടില്ല എന്ന് ആദ്യമേ തന്നെ പറയുന്നത്? ഇവിടെ ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയാണ് ഗവൺമെന്റിന്റെ പോളിസി മേക്കിങ്ങിൽ അത്തരം ഒരു ആലോചനയും നടന്നിട്ടില്ല എന്ന് പറയുന്നു. പിന്നെ പറയുന്നു ടൂറിസം ഡയറക്ടറാണ് ആ യോഗം വിളിച്ചത്. ഞാൻ അല്പം മുമ്പ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിനെ വിളിച്ചിരുന്നു. ഡോക്ടർ വി വേണു പറയുന്നത് എല്ലാ വകുപ്പുകളിലും റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുകയാണ്. എല്ലാ മേഖലകളിലും റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളിൽ നിന്നും അവരുടേതായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞു. ഇപ്പോൾ വെഡിങ് ഡെസ്റ്റിനേഷനായി കേരളത്തെ ഉയർത്തുന്നതിന് നേരിടുന്ന തടസ്സങ്ങൾ, MICE ടൂറിസത്തിന് നേരിടുന്ന പ്രശ്നങ്ങൾ, ദീർഘകാലമായി ടൂറിസം ഇൻഡസ്ട്രി നേരിടുന്ന പ്രശ്നങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ചു ചേർക്കുന്നു. ആ യോഗം വിളിച്ചു ചേർക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിലുള്ള യോഗം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മേഖലയിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ടൂറിസം സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ മറ്റൊരു സമിതി, ആ സമിതിയുടെ യോഗമാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്നതായി പറയുന്നത്. അതാണ് ഡോക്ടർ വി വേണു വിശദീകരിക്കുന്നത്. തീർച്ചയായും ചീഫ് സെക്രട്ടറി പറഞ്ഞത് വിശ്വാസത്തിൽ എടുക്കുകയാണെങ്കിൽ പോലും അവിടെ ചോദ്യങ്ങളില്ലേ? ഇവിടെ മന്ത്രി റിയാസ് പത്രക്കാരെ കാണുമ്പോൾ അത്തരത്തിലുള്ള ഒരു ആലോചനയും നടന്നിട്ടില്ല എന്ന് മുൻകൂട്ടി പറയുന്നതിനകത്താണ് പ്രശ്നം. അദ്ദേഹം പറയുകയാണ് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് അത്തരം ചില ആലോചനകൾ നടന്നിട്ടുണ്ട്. അത്തരമൊരു ആലോചന നടന്നിട്ടില്ല എന്നല്ല ശ്രീ VR അനൂപ് ടൂറിസം മന്ത്രി പറയുന്നത്. താൻ അറിഞ്ഞുകൊണ്ടല്ല അങ്ങനെ ഒരു യോഗം നടന്നിട്ടുള്ളത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു മീറ്റിംഗ് ആണ്. ആ ഉദ്യോഗസ്ഥ തലത്തിലെ മീറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് റവന്യൂ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ ടൂറിസം സെക്ടറിലെ റവന്യൂ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യോഗം നടന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അത് അദ്ദേഹം നാളെ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നും പറയുന്നുണ്ട്. അല്ല, തീർച്ചയായും അദ്ദേഹത്തിന് ചീഫ് സെക്രട്ടറിക്ക് അത് പറയാനുള്ള എല്ലാ അവകാശവും മാനിച്ചുകൊണ്ട് തന്നെ ടൂറിസം സെക്രട്ടറി ഈ ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഈ ഹോട്ടൽ ഉടമകളുമായി നടത്തുന്ന ചർച്ച ടൂറിസം മിനിസ്റ്റർ അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നമ്മളൊക്കെ? ഇതുപോലൊരു അവസ്ഥ സെൻസിറ്റീവ് ആയ ഒരു വിഷയത്തിനകത്ത് ജേക്കബ് ജോർജ്, മാസങ്ങൾക്ക് മുമ്പ്, ഇന്നിപ്പോൾ മലയാള മനോരമയിൽ വന്ന വാർത്ത ഇതാണ്, മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ പരിപാടിക്കെന്ന് പറഞ്ഞ് എക്സൈസ് അധികൃതർ ഓരോ ബാറിൽ നിന്ന് 1,00,000 രൂപ പിരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ബാർ ഉടമയും ആ പരാതിക്ക് മൊഴി നൽകാൻ തയ്യാറായിരുന്നില്ല. 1,00,000 രൂപ കൊടുത്തിട്ടുണ്ട്. ആർക്കാണ്? എക്സൈസ് ഉദ്യോഗസ്ഥർക്ക്. അവർ പറയുന്നത് സർക്കാർ പരിപാടികൾക്ക് എന്നുള്ളതാണ്. നോക്കൂ, ആ നിലയിൽ 1,00,000 രൂപ വെച്ചിട്ട് ഓരോ ബാറിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് പിരിക്കാൻ കഴിയുകയാണെങ്കിൽ 2,50,000 രൂപ വെച്ച് എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് പിരിച്ചുകൂടാ? അല്ലെങ്കിൽ ഭരണ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് പിരിച്ചുകൂടാ? നികേഷേ, ഇന്നലെ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് 801 ബാറുകൾ, അത് കണക്കാണ്, 801 ബാറുകളാണ് കേരളത്തിൽ ഉള്ളത്. ഈ ബാറുകളിൽ നിന്നെല്ലാം കാശ് പിരിക്കാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും അത് വലിയ അപകടകരമാണ്, അഴിമതി തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷെ ഞാൻ എൻ്റെതായൊരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ അറിഞ്ഞത് ഈ ബാർ ഉടമസ്ഥ സംഘത്തിൻ്റെ പല പിരിവുകളിലും, ഒട്ടുമിക്ക പിരിവുകളിലും, ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഉദാഹരണത്തിന് മുത്തൂറ്റ്, അതുപോലെ ഹിൽട്ടൺ ഹോട്ടൽ, അതുപോലുള്ള വലിയ വലിയ ഹോട്ടലുകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്വതന്ത്രരായ ശക്തിയുള്ള ബാർ ഉടമകൾ ഇവരൊന്നും സഹകരിക്കാറില്ല, ഇവരൊന്നും കാശ് കൊടുക്കാറില്ല, അത് യാതൊരു സംശയമില്ല. അപ്പോഴ് അത് തന്നെ ആയിരിക്കാം ഇവിടെയും പ്രശ്നമുണ്ടായത്. അദ്ദേഹം പലതവണ പറഞ്ഞിട്ടും കാശ് കിട്ടിയില്ല, അതുകൊണ്ടായിരിക്കാം വോയിസ് മെസ്സേജ് ഇട്ടത്. അനിമോന്റെ കാര്യം ഞാൻ പറയുകയാണ്. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടൂറിസം രംഗം, അവിടെ വരുന്ന വിദേശികൾ, വിദേശ രാജ്യങ്ങളിൽ ഈ മദ്യമൊന്നും അത്ര വിഷയമുള്ള കാര്യമല്ല, എവിടെയും കിട്ടും, ഈസിലി അവൈലബിൾ ആണ്. അതുപോലെ ഒരു സാഹചര്യം ടൂറിസം ബെൽറ്റിലെങ്കിലും ടൂറിസം കേന്ദ്രങ്ങളിൽ ഉണ്ടാവണം എന്നുള്ളത് എക്കാലത്തും ടൂറിസം ഉദ്യോഗസ്ഥരുടെ
ടൂറിസം വകുപ്പിന്റെ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ആവശ്യമാണ്. അവരത് ഉന്നയിക്കാറുമുണ്ട്. ഏതായാലും ആ യോഗത്തെക്കുറിച്ച് എനിക്ക് അറിയില്ല, അതിന്റെ സാങ്കേതിക വശങ്ങളും അറിയില്ല. സാധാരണ പതിവ് വർഷങ്ങളിൽ നേരത്തെ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഓരോ തവണയും ഈ ട്രൈഡേയുടെ കാര്യവും സമയപരിധി നീട്ടുന്ന കാര്യവും ഒക്കെ ആവശ്യപ്പെടാറുണ്ട് ടൂറിസം. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഇന്ത്യ ടുഡേ തിരുവനന്തപുരത്ത് ഒരു സൗത്ത് കോൺക്ലേവ് നടത്തി. 1-2 തീയതികളിലായിരുന്നു. 1-ാം തീയതി ട്രൈഡേ ആയിരുന്നു. സാധാരണ ഇന്ത്യ ടുഡേ എന്നല്ല, ഇതുപോലെയുള്ള വലിയ വലിയ മീറ്റിങ്ങുകളും കോൺക്ലേവുകളും നടക്കുമ്പോൾ വൈകുന്നേരത്തെ ഡിന്നർ പാർട്ടി മദ്യപാനം കൂടെ ഉണ്ട് അതിനകത്ത്, ഒരു ഭാഗമാണ്. ട്രൈഡേ ആവേണ്ടത് കൊടുക്കാൻ കഴിഞ്ഞില്ല, കിട്ടാത്തവരൊക്കെ പരാതിപ്പെടുന്നതും പരിഭവിക്കുന്നതും ഞാൻ കാണുകയും ചെയ്തു. ഇതൊരു വിഷയം തന്നെയാണ് ഇത്തരം കോൺഫറൻസുകളിൽ. അപ്പോൾ 1-ാം തീയതി ഒഴിവാക്കിക്കൊണ്ട് നടത്തേണ്ടി വരുന്നു ഇത്തരം സംഘാടകർക്ക് എന്നുള്ള വിഷയം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കണ്ടത്, 801 ബാറുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ പോലെ ഒരു സമൂഹത്തിൽ പലയിടത്തും അധികപ്പറ്റാണ്. ഇപ്പോൾ എറണാകുളം, അങ്കമാലി, അവിടെയൊക്കെ ഒത്തിരി ബാറുകളുണ്ട്. ചിലപ്പോൾ കൺസ്യൂമേഴ്സ് അവിടെ കൂടുതലായതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് മൊത്തത്തിൽ സാമാന്യനെ പറയുകയാണെങ്കിൽ ഈ ബാർ ഉടമസ്ഥർ വലിയ നഷ്ടം സഹിക്കുന്നുണ്ട്. നഷ്ടം എന്നല്ല, അവരുദ്ദേശിച്ച തലത്തിൽ ഇപ്പോൾ ഒരു വർഷം 35 ലക്ഷം രൂപയാണ് സർക്കാരിൽ അടയ്ക്കേണ്ടത്. ഇത് കഴിഞ്ഞിട്ട് വേണം കച്ചവടത്തിൽ കൂടി, മദ്യത്തിന് ഭയങ്കര വിലയാണ്, ഇത് കഴിഞ്ഞിട്ട് വേണം ഈ കച്ചവടത്തിൽ നിന്ന് ലാഭം ഉണ്ടാക്കാൻ. സ്വാഭാവികമായിട്ടും ബാർ ഉടമസ്ഥർ ഇതുപോലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ട്. അവരുടെ കച്ചവടം ഒരു മാന്ദ്യത്തിലാണ്. പഴയതുപോലെ കാശിങ്ങോട്ട് ഒഴുകി വരുന്ന ഒരു കച്ചവട എല്ലാവരും നല്ല വൃത്തിയായി കച്ചവടം നടത്തട്ടെ. അതുകൊണ്ടാണല്ലോ 3 സ്റ്റാറിന് മുകളിലുള്ള കെട്ടിടങ്ങൾക്ക് മാത്രമേ, ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ ലൈസൻസ് കൊടുക്കേണ്ടതുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ടൂറിസം രംഗത്ത് മാറ്റം ഉണ്ടായി. കാരണം എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു 3 സ്റ്റാറിന് മുകളിലുള്ള ഹോട്ടലുകൾ സാധ്യമായി ഈ ബാറുകാരുടെ ചെലവിൽ. നോക്കൂ, എൻ്റെ ചോദ്യം ശ്രീ ജേക്കബ് ജോർജ്, നമ്മൾ ഈ അടുത്ത കാലത്ത് ബാറുകാർ നടത്തിയിട്ടുള്ള പിരിവ് നോക്കാം. ഒന്ന്, തെരഞ്ഞെടുപ്പ് ഫണ്ട് പിരിവ് നടത്തി ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക്. അതിനുവേണ്ടി 2.5 ലക്ഷം രൂപ വീതം ഓരോ ബാർ ഉടമയിൽ നിന്നും പിരിച്ചു എന്നാണ് പറയുന്നത്. ഇത് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കറപ്ഷൻ അല്ലേ? നോക്കൂ, എൻ്റെ ബാറിൻ്റെ പരിധിയിലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് ഞാൻ എൻ്റെ കൈകൊണ്ട് 2.5 ലക്ഷം കൊടുക്കുമ്പോൾ എന്നോട് ആ സ്ഥാനാർത്ഥി MP ആകുമ്പോൾ ഒരു കൂറുണ്ടാകും. എൻ്റെ ബാറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്നെ സഹായിക്കും. ഈ കാര്യം ചെയ്യാൻ വിടുന്നില്ല ബാർ ഉടമകളുടെ അസോസിയേഷൻ. അവരെന്ത് ചെയ്യുന്നു? 2.5 ലക്ഷം രൂപ വെച്ചിട്ട് പിരിക്കുന്നു. എന്നിട്ട് CPM-ന് ഇത്ര, കോൺഗ്രസിന് ഇത്ര, ലീഗിന് ഇത്ര, അല്ലെങ്കിൽ മറ്റു പാർട്ടികൾക്ക് ഇത്ര എന്നുള്ള നിലയിൽ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തിനാണ്? അപ്പോൾ തങ്ങൾക്കൊരു ബാർഗെയിനിങ് പവർ, ഒരു അസോസിയേഷൻ എന്നുള്ള നിലയിൽ അതും ഒരു പരിധിവരെ അല്ലെങ്കിൽ ഒരർത്ഥത്തിൽ അഴിമതി തന്നെയല്ലേ? ഒന്നത്. രണ്ടാമത്തേത്, ഇവർ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എക്സൈസ് അധികൃതർ ഓരോ ബാറിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം വാങ്ങി എന്നുള്ളത് ഇത് ആക്ഷേപമുള്ളതാണ് കേട്ടോ. ഇത് അന്വേഷിച്ചിട്ടുള്ളതാണ് കേട്ടോ. അക്കാര്യത്തിൽ ഒരു ബാർ ഉടമ പോലും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെയും മൊഴി കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതുകൊണ്ട് ഒരുപക്ഷെ ആ കേസ് എവിടെ എത്തിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ആ അന്വേഷണം എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർക്ക് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബാർഗെയിനിങ് രീതിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മദ്യനയം അനുകൂലമാകണം എന്നുള്ള ഒരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ പിരിക്കാവുന്നതേ ഉള്ളൂ. വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നേരത്തെ ഇവിടെ VR അനൂപ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അന്വേഷണം നടക്കട്ടെ, തെളിയട്ടെ. പക്ഷേ ഇതാണ് ഇവരുടെ രീതി. അല്ല, അത് പിരിക്കാറുണ്ട്, അതിന് സംശയമില്ല, പിരിക്കാറുണ്ട്. അത് കാലാകാലങ്ങളിൽ ഗവൺമെന്റ് ഏതുമാവട്ടെ മാറി വരുന്ന ഗവൺമെന്റുകളുടെ കാലത്ത് ഇതൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ അകത്ത് ഈ ഉദ്യോഗസ്ഥന്മാരുടെ പിരിവുമുണ്ട്. അത് പിരിവല്ല, അത് കൈക്കൂലി തന്നെയാണ്, യാതൊരു സംശയമില്ല. അതും പകൽ വെളിച്ചത്ത് നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അത് ഇവിടെ 25 ലക്ഷം രൂപ വെച്ച് പിരിച്ചു, ഉദ്യോഗസ്ഥന്മാർ പിരിച്ചു എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ ശരിക്കും പറഞ്ഞാൽ 25 ലക്ഷം കേരളത്തിലെ പോലും 4 ലക്ഷം രൂപ, അതെ, 25,000 രൂപ വെച്ച് പിരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ 25,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഈ ബാർ മുതലാളിമാർക്ക് വലിയൊരു സംഖ്യയായിട്ട് തോന്നുകയല്ല. ഇത് ലക്ഷങ്ങൾ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്, ഇതുപോലെയുള്ള പരാതികളൊക്കെ വരുന്നത്. 25,000 രൂപ അവർക്ക് കൊടുക്കാൻ സാധാരണഗതിക്ക് ഒരു സാധാരണ ബാറുകാർക്ക് പോലും പ്രശ്നം വരത്തില്ല. പക്ഷേ അതും 801 ബാറുകളിലേക്ക് പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ 801 ബാറുകളിൽ ഈ സംഘടനയ്ക്ക് വേണ്ടി നിൽക്കുന്ന, സംഘടനയോടൊപ്പം നിൽക്കുന്ന ബാർ ഉടമകളുടെ എണ്ണം വളരെ കുറവാണ്.
അത് ഓർക്കണം. സംഘടനയുടെ ബലം, അതിന്റെ ശക്തി, അതിന്റെ തണൽ ആസ്വദിക്കുന്ന ബാർ ഉടമസ്ഥർ വളരെ കുറവാണ്. ഒറ്റപ്പെട്ട് നിൽക്കുന്ന ബാറുകൾക്ക് മാത്രമായിരിക്കും ഈ സംഘടനയുടെ തണൽ ആവശ്യം വരിക. ഇപ്പൊ താങ്കൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള 5 സ്റ്റാർ ബാറുകൾക്ക് ഈ സംഘടനയുടെ തണൽ ആവശ്യമില്ല. കാരണം 5 സ്റ്റാർ പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ വേണമെങ്കിൽ ബാറില്ലാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ ഉൾച്ചേർന്ന് നിൽക്കുന്നതാണ് അവരുടെ ലൈസൻസ് എന്നുള്ളത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന തണ്ടും തടിയും കാണിച്ച് പേടിപ്പിക്കുന്നവരെ പേടിക്കേണ്ടതില്ല. ഇല്ല, അത് പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇതുപോലെയുള്ള ഒറ്റപ്പെട്ട ബാറുകൾ 3 സ്റ്റാർ 4 സ്റ്റാർ കെട്ടിടങ്ങളിൽ, ഹോട്ടലുകളിൽ പ്രവർത്തിക്കുന്ന ബാറുകൾ അങ്ങനെ മാത്രമേ ഇപ്പോൾ പറ്റുകയുള്ളല്ലോ. അവർക്ക് സംഘടന വേണം, പക്ഷെ അതിനകത്ത് പോലും ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ ഉണ്ട് നികേഷ്. ഒറ്റപ്പെട്ട് നിൽക്കുന്നവർ, പിരിവിനോട് സഹകരിക്കാത്തവർ, സംഘടനാ രംഗത്ത് പ്രവർത്തിക്കാത്തവർ ഉണ്ട്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ ബാറുകളുടെ എണ്ണം നോക്കുമ്പോൾ ആ എണ്ണം അനുസരിച്ച് മുഴുക്കും പിരിക്കും എന്ന് തോന്നുന്നില്ല. പക്ഷേ ഒരു ബിസിനസ്സിനകത്ത് സംഘടന, ഉടമസ്ഥ സംഘടന ഇങ്ങനെ പിരിവ് നടത്തുന്നത് അത് ശരിയല്ല, ഒരിക്കലും അത് ആശാസ്യമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, അത്തരത്തിലുള്ള മസിൽ പവർ ഇവർ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ എല്ലായിടത്തും അവർ ആ മസിൽ പവർ ഉപയോഗിക്കാൻ. അതുമാത്രമല്ല, എനിക്ക് ഇനിയുള്ള ഘട്ടത്തിൽ ചർച്ച ചെയ്യാനുള്ളത്, നോക്കൂ, UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ UDF-കാരായിട്ടുള്ള ബാർ ഉടമകളായിരിക്കും ആ സംഘടനയുടെ തലപ്പത്ത്. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ LDF-നോട് അനുഭാവം പുലർത്തുന്നവരായിരിക്കും അതിൻ്റെ തലപ്പുറത്ത്. അപ്പോൾ ആ നിലയിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിക്കുന്നുണ്ട്, ഫണ്ടിൻ്റെ സ്വാധീനം അവർ ഉപയോഗിക്കുന്നുണ്ട്. അത് അഴിമതിയായി മാറുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അഴിമതി അങ്ങനെ രാഷ്ട്രീയ തലത്തിൽ നടത്താൻ LDF തീരുമാനിച്ചിട്ടുണ്ടോ, CPM തീരുമാനിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഇക്കാര്യത്തിൽ ഈ അനിമോൻ എന്ന് പറയുന്ന ബാർ ഉടമ ഒരാക്ഷേപം എന്തായാലും ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അയാളുടെ വോയിസ് ക്ലിപ്പിൽ ഒരു ആക്ഷേപം അടങ്ങിയിരിക്കുന്നുണ്ട്. മദ്യനയം പരിഷ്കരിക്കാൻ പോവുകയാണ്, നമ്മൾ പണം കൊടുത്താലേ കാര്യങ്ങൾ നടക്കൂ എന്നാണത്. അത് ഒരു ബാർ അഴിമതി വിഷയം ചർച്ച ചെയ്ത കേരളത്തിൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇത് രണ്ടാമത്തെ ബാർ അഴിമതിയാണോ, രണ്ടാമത്തെ ബാർ കോഴയാണോ എന്ന സംശയമുണ്ടാകും. നോക്കൂ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അക്കാര്യത്തിൽ യാതൊന്നും മറക്കാനില്ല എങ്കിൽ സർക്കാർ അക്കാര്യത്തിൽ കൂടി ഒരു അന്വേഷണം, ശരി, ഗൂഢാലോചന വിഷയമുണ്ടെങ്കിൽ ഗൂഢാലോചന അന്വേഷിച്ചോളട്ടെ, അതിനാർക്കും തടസ്സം ഉണ്ടാവില്ലല്ലോ. പക്ഷേ അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായ സർക്കാരിൻ്റെ അബ്കാരി നയം മാറ്റം വരുത്തുന്നതിന് വേണ്ടി നമ്മൾ പണം കൊടുത്താലേ ശരിയാകൂ എന്ന അനിമോൻ്റെ ഒന്നാമത്തെ വോയിസ് ക്ലിപ്പ് ഗൗരവത്തിലെടുത്ത് സോമോട്ടോ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ആവശ്യമല്ലേ CKJ ജേക്കബ്? സർക്കാർ അതിനകത്ത് എവിടെ ഇൻവോൾവ് ആണെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാറ്. സർക്കാരിന്റെ നയത്തെ ജാമ്യം നിർത്തി കുറച്ച് പേർ പണം പിരിക്കുന്നതാണ് അവർ പറയുന്നത്. അപ്പൊ ആരോപണം എവിടെ നിന്ന് വന്നു എന്നുള്ളതാണ് അന്വേഷിക്കേണ്ടത്. പണം പിരിച്ചു എന്നാണ് ആരോപണമെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചു, അല്ലെങ്കിൽ സർക്കാരിന് കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചു, സർക്കാരിന് പണം കൊടുത്തു, അല്ലെങ്കിൽ സർക്കാരിൽ ആർക്കെങ്കിലും പണം കൊടുത്തു എന്നുണ്ടെങ്കിൽ സർക്കാർ നേരിട്ട് ഇൻവോൾവ് ആണ്. ആ കാര്യത്തിൽ എനിക്ക് സംശയമേ ഇല്ല. ഇത് അദ്ദേഹം തന്നെ മലക്കം പറഞ്ഞ ഒരു ആരോപണം. അതിന്റെ പുറത്ത് ആ ആരോപണം എവിടെ നിന്ന് വന്നു എന്നതാണ് അന്വേഷിക്കേണ്ടത്. സർക്കാർ അവിടെ എന്താണ്, സർക്കാർ എങ്ങനെയാണ് ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആകുന്നത്? പിന്നെ നികേഷനോട് പറഞ്ഞാൽ എനിക്കത് ഉറപ്പാണ്. കാരണം ഇതിൻ്റെ അകത്ത് സർക്കാരിന്റെ ഏതെങ്കിലും വിധത്തിൽ സർക്കാർ ഇൻവോൾവ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ വളരെ സീരിയസ് ആയിട്ടുള്ള അന്വേഷണം വേണമെന്ന് ഞാനും ആവശ്യപ്പെടും. സർക്കാർ ഇവിടെ എവിടെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്ന് കൂടി പറയണം. ഇവിടെ ഉള്ളത് സർക്കാരിന്റെ മദ്യനയത്തെ ജാമ്യം നിർത്തി ആരോ പണം വാങ്ങിയതായിട്ടുള്ള ആരോപണമാണ്. അതല്ലേ അവിടെ ഒരു ക്രൈം നടന്നിട്ടുണ്ടോ? എനിക്കറിയത്തില്ല. സർക്കാർ അഴിമതി നടന്നതായിട്ട് ഈ ആരോപണത്തിൽ ഒരു അഴിമതി ഉണ്ട്. നമ്മൾ സാധാരണ FIR രജിസ്റ്റർ ചെയ്യാൻ നേരത്ത് ആലോചിക്കുന്ന ഒരു കാര്യം, ഈ സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു ക്രൈമാണോ എന്നുള്ളതാണ്. ഇങ്ങനൊരു ആരോപണം ഉന്നയിച്ചാൽ അതൊരു ക്രൈമാണോ? അല്ല, ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് CKJ ജേക്കബ്. നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും സംഘടനയുണ്ട് അല്ലേ, പല തരത്തിലുള്ള സംഘടന. ഇവർക്ക് മാത്രം എന്താ ഇത്ര കൊമ്പ്? നോക്കൂ, ആളുകളെ കുടിപ്പിച്ച് കിടത്തിയിട്ട് കുറേ പൈസ ഉണ്ടാക്കി രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച് കളയാം എന്നിവർ കുറേ കാലമായി വിചാരിക്കുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഈ ബാർ ഉടമകളിൽ നിന്ന് മാത്രമായിരുന്നു രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയിരുന്നത്, വേറെ സോഴ്സ് കുറവായിരുന്നു. ഇപ്പോൾ പലതരത്തിലുള്ള സോഴ്സ് ഉണ്ട്. ബാർ ഉടമകൾക്ക് അത്രയധികം പ്രീതി രാഷ്ട്രീയക്കാരിലില്ല. പക്ഷേ ഇപ്പോഴും അവർ വിചാരിക്കുന്നത് ഞങ്ങളാണ് ഈ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അയാളുടെ രണ്ടാമത്തെ വോയിസ് ക്ലിപ്പിൽ അത് പറയുന്നുണ്ട്. എനിക്ക് പ്രസിഡന്റും മറ്റ് ഭാരവാഹികളും കുറ്റം പറഞ്ഞപ്പോൾ അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ഇട്ടുപോയതാണ്. അപ്പോൾ അവിടെ ഒരു ഇൻറ്റൻഷൻ ഉണ്ട്. ശരി, അതിന് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഇൻറ്റൻഷൻ അന്വേഷിച്ചോളട്ടെ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം
ഒരു ബാർകോഴ ചർച്ച ചെയ്തതാണ് നമ്മൾ. ഒരു ബാർകോഴയിൽ കഴമ്പുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സാക്ഷിമൊഴികൾ വന്നതാണ് നമ്മുടെ മുന്നിൽ. അപ്പോൾ ഇത് വീണ്ടും ആവർത്തിക്കപ്പെടുന്നു മറ്റൊരു സർക്കാരിൻ്റെ കാലത്ത്. അതുകൊണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം അന്വേഷിക്കാതെ നിങ്ങൾ ഗൂഢാലോചന സിദ്ധാന്തത്തിലേക്ക് പോയാൽ വിശ്വാസ്യത കിട്ടില്ല. ഇത് അന്വേഷണം തുടങ്ങിയിട്ട് ഏതെങ്കിലും കാരണവശാൽ സർക്കാരിന് പണം കൊടുക്കാൻ വേണ്ടി ഇവർ പണം പിരിച്ചുവെങ്കിൽ അന്വേഷണം അങ്ങോട്ട് പോകണമെന്നേ എനിക്കാര്യത്തിൽ തർക്കമേ ഇല്ല. അതിന്റെ നിങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ സമയത്ത് ഉണ്ടായത് വെച്ചിട്ട് ഇതിൽ അളക്കുന്നതിൽ എന്താണ് ലോജിക്ക് എന്നുള്ള ഒരു ചോദ്യം എനിക്കുണ്ട്. അത് ചോദിക്കാമെന്ന് എനിക്കറിയത്തില്ല. കഴിഞ്ഞ സർക്കാരിൽ ഒരാൾ പണം കൊടുത്തു, മന്ത്രിക്ക് പണം കൊടുത്തു ഒരാൾ ആരോപണം പറയുകയാണ്. ഒരാൾ പറയുകയാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിക്ക് പണം കൊടുത്തു. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ നികേഷ് പറയുന്നത് 100% ഞാൻ അംഗീകരിക്കും. അത് മന്ത്രിക്ക് കൊടുക്കണമെന്നില്ല. അല്ല, അവിടെയാണ് ശ്രീ കെ ജെ ജേക്കബ്. കഴിഞ്ഞ തവണ എന്താ സംഭവിച്ചിട്ടുള്ളത്? കഴിഞ്ഞ തവണ ഒരു ബാർ ഉടമ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ആദ്യം അദ്ദേഹം പറയുകയാണ് ഞാൻ 1 കോടി രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ആങ്കർ തിരിച്ച് ആ ബാർ ഉടമയോട് ചോദിക്കുകയാണ് അത് ഇന്ന മന്ത്രിക്കാണോ എന്ന് ചോദിക്കുകയാണ്. അതെ എന്ന് ഉത്തരം പറയുകയാണ്. അത് മാത്രമായിരുന്നില്ലല്ലോ ആ അന്വേഷണം. ആ അന്വേഷണം പിന്നീട് ആർക്കൊക്കെതിരെ പോയി? പിന്നീട് കെ ബാബുവിലേക്ക് പോയി, VS ശിവകുമാറിലേക്ക് പോയി, രമേശ് ചെന്നിത്തലയിലേക്ക് പോയി, അങ്ങനെ നിരവധിയായ ആളുകളിലേക്ക് പോയി. ആ വിജിലൻസ് അന്വേഷണം ആ നിലയിൽ തന്നെ ഇവരെയൊക്കെ തന്നെയും പ്രതി ചേർത്ത് കേസെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത് നമുക്കറിയാവുന്നതാണ്. ഇവിടെ ഒന്നാമത്തെ വോയിസ് ക്ലിപ്പ് വന്നതിന് ശേഷം ശ്രീ കെ ജെ ജേക്കബ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ ഈ അനിമോൻ മിണ്ടുന്നില്ല, അനിമോൻ ഫോൺ എടുക്കുന്നില്ല. ഒരൊറ്റ ബാർ ഉടമ വന്നിട്ട് അതല്ല ഇതാണ് സ്ഥിതി എന്ന് പറയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ നാട്ടിൽ കാര്യങ്ങൾ പുരോഗമിച്ചത് അതുപോലെയല്ല LDF. ഇവരുടെ ഇരുമ്പും മറക്കുള്ളിൽ നിന്ന് ഒരു കാര്യവും ഒരാൾക്കും ഉന്നയിക്കാൻ, ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചാൽ പിന്നെ അയാളുടെ വ്യവസായം പൊട്ടിച്ചു കളയും. നികേഷ്, എന്റെ അഭിപ്രായത്തിൽ ഈ അന്വേഷണം സർക്കാർ തുടങ്ങിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ബാർ ഉടമ, എനിക്കൊന്ന് ബാർ ഉടമ എന്നുള്ളതല്ല, കേരളത്തിലെ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തകൻ, ഒരു MLA, ഒരാൾ ഇതിന്റെ കാര്യത്തിൽ അഴിമതിയുണ്ട് എന്ന് ഉറച്ചു പറഞ്ഞാൽ സർക്കാർ അന്വേഷണം അങ്ങോട്ട് നീട്ടണം എന്ന് വിശ്വസിക്കുന്ന ആളാണ്. എനിക്കൊരു തർക്കമില്ല. അതായത് എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയല്ലോ. അന്വേഷണം തുടങ്ങിക്കഴിയുമ്പോൾ ഒരാൾ പറഞ്ഞു ഞങ്ങൾ സർക്കാരിന് കൊടുക്കാൻ വേണ്ടി പണം പിരിച്ചു എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഒരാൾ പറയുകയാണ് ഞങ്ങൾ ഇന്ന മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഇപ്പം ഉദ്യോഗസ്ഥന്മാർ നടത്തിയ മീറ്റിങ്ങുകളൊക്കെ ഇതിനു വേണ്ടിയാണ് എന്ന് VD സതീശന്റെ കയ്യിലുള്ള ലിങ്ക്, അദ്ദേഹം ഉദ്ദേശിക്കുന്ന അതാണല്ലോ ആ ലിങ്ക്. അപ്പം ഏതെങ്കിലും ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് അവരുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടോ പണം കൊടുക്കുന്നതിനെ കുറിച്ച്? ഉറപ്പായിട്ട് അന്വേഷിക്കണം. ആ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് ഇതൊക്കെ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പൊതുപ്രവർത്തകന് പണം കൊടുത്താൽ അത് അഴിമതി നിരോധന നിയമപ്രകാരം കുറ്റകൃത്യമാണ്. വിജിലൻസ് ആ കേസ് അന്വേഷിച്ചേ പറ്റൂ. അങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിജിലൻസ് അന്വേഷിച്ചേ പറ്റൂ. പോലീസിന്റെ അന്വേഷണത്തിലോ അതല്ല ഇപ്പൊ ഞാൻ പറയുന്നത് കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരു UDF നേതാവ് പറയണം ഇതിൻ്റെ അകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് മന്ത്രി പണം വാങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ സർക്കാർ പണം വാങ്ങിയിട്ടുണ്ട്, ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ഇത് മന്ത്രിമാർക്ക് വേണ്ടിയിട്ടാണ് ഈ പണം വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് കൂടിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞാൽ ആ കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രതിപക്ഷ നേതാവ് പറയുകയാണ് ഇതിൽ അഴിമതി ഉണ്ട്, ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ. അത് സാധാരണ അന്വേഷണം പോരാ, അതൊരു ജുഡീഷ്യൽ അന്വേഷണമോ ചിലപ്പോൾ CBI അന്വേഷണം തന്നെ വേണം. പറയട്ടെ. അല്ല, ശ്രീ കെ ജെ ജേക്കബ്, അവിടെയാണ് പ്രധാനപ്പെട്ട വിഷയം നിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ശ്രീ ജേക്കബ് ജോർജിനോടുള്ള ചോദ്യത്തിൻ്റെ ഉള്ളടക്കത്തിൽ ഞാൻ അത് കൂട്ടിച്ചേർക്കുകയുണ്ടായി. എക്സൈസ് ഉദ്യോഗസ്ഥർ ഓരോ ബാറിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം പിരിച്ചു എന്നുള്ള പരാതി സർക്കാരിൻ്റെ മുന്നിലുണ്ട്. പക്ഷെ ഒരാളും മൊഴി കൊടുക്കാൻ തയ്യാറല്ല. ആ പരാതി എവിടെയും എത്താതെ നിൽക്കുന്നു. 1. 2, തെരഞ്ഞെടുപ്പ് ഫണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര പിരിച്ചു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് എത്ര പിരിച്ചു? ചോദ്യം പൂർത്തിയാക്കോട്ടെ. ഇതിലാണ് നമ്മൾ മണൽ കൊണ്ട് കയറി പിരിക്കുക എന്ന് പറയുന്നത്. അല്ലല്ല, മണൽ കൊണ്ട് കയറി പിരിക്കുന്നതല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. നോക്കൂ, ഇത് ബാർ ഉടമകളുടെ പിരിവിൻ്റെ കാര്യമാണെങ്കിൽ CMRLന്റെ കാര്യത്തിൽ നമ്മൾ എന്താ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? അതിനെക്കുറിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ അന്തിമമായിട്ടുള്ള വിലയിരുത്തലിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഓരോ രാഷ്ട്രീയ നേതാക്കൾക്കും കൊടുത്തിട്ടുള്ള ഫണ്ട് 65 കോടി രൂപയാണ് ശ്രീ കെ ജേക്കബ് രാഷ്ട്രീയ നേതാക്കൾ കൊടുത്തിട്ടുള്ളത്. ഞാൻ പൈസ മേടിച്ചു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടില്ലേ? PK കുഞ്ഞാലിക്കുട്ടി ഏതാണ്ട് അതേ അർത്ഥത്തിൽ തന്നെ മൂളിയില്ലേ? അപ്പോൾ ഇത് ഈ തരത്തിലുള്ള പിരിവുണ്ട്. ഈ തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യവസായം നടത്താൻ ഈ സംസ്ഥാനത്ത് സാധിക്കില്ല എന്ന തോന്നലുണ്ടാക്കാൻ രാഷ്ട്രീയക്കാർക്ക് കഴിയുമ്പോൾ അവർ പണം കൊടുക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അന്വേഷിക്കേണ്ടത് CMRLന് കേസ് തുടങ്ങി എന്താ അന്വേഷണം വേണമെന്ന് ആരും പറയാത്തത്? ഞങ്ങൾ മേടിച്ചു എന്ന് പറഞ്ഞ ആളുകൾ എന്താ അന്വേഷണം വേണമെന്ന് പറയാത്തത് എന്താ? ഞാനത് ആലോചിച്ചുകൊണ്ടിരുന്നത്. ഈ ഞങ്ങൾ തറവാട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് തേങ്ങ വിറ്റിട്ടല്ല പിന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നുള്ളതല്ലേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്? എന്താ അദ്ദേഹം അന്വേഷണം ആവശ്യപ്പെടാതിരുന്നത്?
അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ മണൽ കൊണ്ട് കയറി പിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ തുടങ്ങി വെച്ചത് ബാർ ഉടമകളുടെ ഒരു സംഘടനാ നേതാവ് പറയുന്നു, നമ്മൾ സർക്കാരിന്റെ പോളിസി മാറ്റാൻ വേണ്ടി പണം പിരിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നു, അതിൽ എല്ലാവരും പണം കൊടുക്കണം എന്നുള്ളതാണ് ആരോപണം. ആ ആരോപണം പ്രതിപക്ഷ നേതാവ് മുഖവിലക്കെടുത്ത് അദ്ദേഹം പറയുകയാണ്, സർക്കാർ ഇതിനകത്ത് അഴിമതി കാണിക്കുന്നു, സർക്കാരിനെ ലിങ്ക് ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് കേസെടുക്കണം എന്ന് ഞാൻ പറയൂ. ഉറപ്പായിട്ട് പറയും. പ്രതിപക്ഷ നേതാവ് പറയണം, ഒരു മിനിമം ഉത്തരവാദിത്തോടു കൂടി അദ്ദേഹം പറയണം. ഇതിൽ മന്ത്രിമാർക്ക് പങ്കുണ്ട്, ഇതിൽ പ്രതിപക്ഷ എക്സൈസ് മന്ത്രിക്ക് പങ്കുണ്ട്, അതിൽ CPM-ന് പങ്കുണ്ട്. അതായത് ഉദ്യോഗസ്ഥന്മാർ ഈ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി, അദ്ദേഹം ടൂറിസം വകുപ്പിന്റെ ഈ മീറ്റിംഗ് വിളിച്ചുകൂട്ടിയത് ഇവരിൽ നിന്ന് പണം വാങ്ങി നയം മാറ്റാൻ വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞാൽ അത് സംബന്ധിച്ച് അന്വേഷണം നടത്തണമെന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ശ്രീ KJ ജേക്കബ്, എൻ്റെ ചോദ്യം ഇതാണ്. അതായത് എൻ്റെ വ്യവസായം പെരിയാറിൽ മലിനീകരണം ഉണ്ടാക്കുന്ന വ്യവസായമാണ്. അതുകൊണ്ട് ദൈനംദിന പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും മാധ്യമപ്രവർത്തകർക്കും പണം കൊടുത്തേ തീരൂ, ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ആദായ നികുതി വകുപ്പിനോട് പറയുന്നു. ആദായ നികുതി വകുപ്പ് അതിൻ്റെ സെറ്റിൽമെൻറ്റ് ബോർഡിലൂടെ അത് സെറ്റിൽ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നു. ബാർ ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള ക്രമക്കേട്, നമുക്കറിയാലോ, സെക്കൻഡ്സ് എന്ന ക്രമക്കേടുണ്ട്, ചിലപ്പോൾ 11 മണി എന്നുള്ളത് 11:30 ആക്കേണ്ടതുണ്ട്, അവർക്ക് മറ്റ് ചില പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ തന്നെയും സർക്കാരുമായിട്ട് നിരന്തര കലഹത്തിന് കാര്യമാകാതിരിക്കാൻ, വിഷയമാകാതിരിക്കാൻ അവർ നമുക്ക് ശ്രീ KJ ജേക്കബ്, അതിലെ ഒരു എങ്ങനെയാണ് അത് സാധ്യമാവുക? നിങ്ങൾ എന്തിനാണ് ബാർ ഉടമകളുടെ അസോസിയേഷൻ 2.5 ലക്ഷം രൂപ വെച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിരിച്ച് കോൺഗ്രസിന് ഇത്ര, CPM-ന് ഇത്ര, മറ്റു പാർട്ടികൾക്ക് ഇത്ര എന്ന നിലയിൽ കൊടുക്കുന്നത്? മറ്റേത് സംഘടന അങ്ങനെ കൊടുക്കുന്നുണ്ടാവുക? അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരുമ്പോൾ അതിനകത്ത് എന്തോ അപാകതയില്ലേ? കർത്ത ആദായ നികുതി വകുപ്പിനോട് പറഞ്ഞ രീതിയിലുള്ള എന്തോ പ്രശ്നം യഥാർത്ഥത്തിൽ ബാർ ഉടമകൾക്കില്ലേ എന്നുള്ളതാണ് ചോദ്യം. അത് പൊളിറ്റിക്കൽ കറപ്ഷൻ അല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ഉറപ്പായിട്ടും ഞാനതാണ് പറഞ്ഞത് നികേഷ്. അതിനെക്കുറിച്ച് ബോധ്യമുള്ള ആളുകൾ അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെടണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതുണ്ട്. സത്യത്തിൽ ഞാൻ പറയും, കർത്തയുടെ കമ്പനിയായിട്ട് നമുക്ക് എന്താ പ്രശ്നം? കർത്തയുടെ കമ്പനിയായിട്ട് ആകെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ആരോപണം എന്നുള്ളത് പെരിയാർ അയാൾ വേണ്ട വിധത്തിൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്നുള്ള മാലിന്യം പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്യാതെ അത് പെരിയാറിലേക്ക് ഒഴുക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണം. ആ ആരോപണം ഇല്ല എങ്കിൽ അദ്ദേഹം ആ ബിസിനസ് കേരളത്തിൽ ഉണ്ടാകുന്ന റോ മെറ്റീരിയൽ കൊണ്ട് മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു വ്യവസായം കേരളത്തിൽ നടത്തിക്കൊണ്ടു പോകാൻ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് കേരളത്തിലെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറയും. നമുക്കവിടെ ഒരു പ്രശ്നമുള്ള ഒരേ ഒരു പ്രശ്നം ഇതാണ്. അതുകൊണ്ട് പക്ഷെ അത് ജാമ്യം വെച്ചിട്ട് രാഷ്ട്രീയക്കാർ പണം മേടിക്കാൻ വേണ്ടി പാടുണ്ടോ? പാടില്ല. അന്വേഷണം ആവശ്യപ്പെടണം. ഞാൻ പറയുന്നത് CMRL-ന്റെ കേസിലും അന്വേഷണം ആവശ്യപ്പെടണം. പ്രതിപക്ഷ നേതാവ് വളരെ സീരിയസ് ആയിട്ട് അന്വേഷണം ആവശ്യപ്പെടണം. കാരണം ഇൻകം ടാക്സിന്റെ സെറ്റിൽമെന്റ് ബോർഡിന്റെ വിധി അവിടെ കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപ പലരും വാങ്ങി. എന്താ അന്വേഷണം ആർക്കും വേണ്ടാത്തത്? ഞാൻ അതാണ് പറഞ്ഞത്, നമ്മളിവിടെ ചെയ്യുന്നത് ഈ മണൽ കൊണ്ട് കയറി പിരിക്കുന്ന പരിപാടിയാണ്. ഒരു സ്ഥാനത്തിൽ അടുത്തതിലേക്ക് വിഷയത്തിന്റെ മെറിറ്റിലേക്ക് വന്ന് ചർച്ച ചെയ്യും നികേഷ്. ഇതിൻ്റെ അകത്ത് ഒരു ആരോപണം ഞാൻ ഇപ്പോഴും പറയുന്നു, പ്രതിപക്ഷ നേതാവിന് ഒരു MLA-ക്കോ ഇതിൽ മന്ത്രി കൈക്കൂലി വാങ്ങിയിട്ടുണ്ട്, അതല്ല എങ്കിൽ പണ്ട് VM സുധീരൻ അദ്ദേഹം സ്പീക്കർ ആയിരുന്നപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി, ഒരൊറ്റ MLA ആവശ്യപ്പെട്ടാൽ ഞാൻ സ്പീക്കർ സ്ഥാനം, ഞാൻ നിയമപരമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന്, ഞാൻ ന്യായമായിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ എന്ന് ഒരൊറ്റ MLA പറഞ്ഞാൽ ഞാൻ എൻ്റെ സ്ഥാനം രാജിവെക്കും എന്ന് VM സുധീരൻ പറഞ്ഞു. ഇതേപോലെ കേരളത്തിലെ മന്ത്രിമാരും പറയണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഒരൊറ്റ MLA, പ്രതിപക്ഷ നേതാവ് പറയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ അഴിമതി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ഇന്നതാണ് ഞങ്ങളുടെ ലോജിക്ക്, നിങ്ങൾ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞാൽ അന്വേഷണം നടത്തണം. വാലും തലയില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിന് പറയുന്നത് നിങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. അതാണ് ശ്രീ VR അനൂപ്. വാലും തലയും ഇല്ലാതെയാണ് എങ്കിൽ അതിന് വാലും തലയും ഉണ്ടാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനാണ് എന്നുള്ളതാണ്. അനിമോൻ അധൈര്യവാനാണെങ്കിൽ, അനിമോന്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ് എങ്കിൽ നിങ്ങളാണ് അനിമോന് ധൈര്യം കൊടുക്കേണ്ടത്. നിങ്ങളാണ് അനിമോനെ കൊണ്ട് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള തെളിവുകൾ ഇതാണെന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയുടെ മുമ്പിൽ എത്തിക്കേണ്ടത്. KJ ജേക്കബിന്റെ ആവശ്യം വളരെ ന്യായമാണ്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടാൽ മതി, ഏതെങ്കിലും ഒരു പ്രതിപക്ഷ MLA ആവശ്യപ്പെട്ടാൽ മതി, അഴിമതി നടന്നിരിക്കുന്നു എന്ന് അന്വേഷണം നടത്തണമെന്നാണ്. നിയമസഭാ സമ്മേളനമൊക്കെ നടക്കാൻ പോവുകയാണ്, അദ്ദേഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാവും, അതിലൊന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ, ഇവിടെ ഒരു ബാർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു ഇന്റർണൽ ഡിസ്കഷൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അംഗീകരിക്കാം. മന്ത്രി അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അഴിമതി പണം മേടിച്ചതുമായി രേഖയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്.
പക്ഷേ താങ്കൾ തന്നെ പറഞ്ഞു കഴിഞ്ഞ തവണത്തെ ആരോപണം ഒരു ബാർ മുതലാളി ഉന്നയിച്ച ആരോപണം പിന്നീട് വിവിധ തലങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതിന്റെ ഒരു മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് ഈ പറയുന്ന ബാർ അസോസിയേഷനകത്ത് നടന്ന ആഭ്യന്തരമായ ഒരു ചർച്ചയാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിന്റെ അടുത്ത പടി അവിടെ അങ്ങനെ ഒരു പണപ്പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ അത് ആർക്ക് വേണ്ടി, ആരാണ് അപ്പുറത്ത് നിൽക്കുന്നത്, അത്തരം കാര്യങ്ങൾക്ക് കൂടി അന്വേഷണം വ്യാപരിക്കേണ്ടതുണ്ട്. ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിന് പര്യാപ്തമാണോ എന്നാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. അപ്പൊ അഴിമതി നടന്നു എന്നുള്ള കാര്യം വളരെ കൃത്യമായി വ്യക്തമായി വരും നാളുകളിൽ ഉന്നയിക്കപ്പെട്ടിരിക്കും. ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ആശങ്കയ്ക്ക് വിരാമമാവും, ആ കാര്യത്തിൽ സംശയവുമില്ല. പക്ഷെ അതിനെ അഭിമുഖീകരിക്കാൻ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ ഇതൊരു ഗുരുതരമായ ആരോപണമായതുകൊണ്ടല്ലേ താങ്കളും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നോട് ചർച്ച നടത്തുന്നു. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. റിയാസ് പറഞ്ഞത് എന്താ? അദ്ദേഹം പ്രതികരിക്കേണ്ട വിഷയം ആണോ? എന്താ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇത് പ്രതികരിക്കേണ്ട വിഷയമല്ലേ? ഭരണതലത്തിലേക്ക് നീളുന്ന ഒരു അഴിമതി ആരോപണത്തോട് പോലും പ്രതികരിക്കേണ്ട ബാധ്യത. ശരി, അല്ല അത് പ്രതികരിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ അതത്, പക്ഷെ അതിലേക്ക് എത്തിക്കുക കാര്യങ്ങൾ എന്നുള്ളതാണ് പ്രതിപക്ഷ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരി, വി ആർ അനൂപ്, പിണറായി വിജയൻ സർക്കാർ തുടർഭരണത്തിന്റെ 4ാം വർഷത്തിലേക്ക് പോവുകയാണ്. 10-ാം തീയതിയാണ് നിയമസഭാ സമ്മേളനം ചേരുന്നത്. ഒന്നും ഉന്നയിക്കാനില്ല എന്ന് വരുമ്പോൾ ഒരു ആരോപണം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയെടുക്കുകയാണോ? മാസപ്പടി ഒരു ആരോപണം ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമായിരുന്നു, അത് മാത്യു കൊളനാടൻ കൊണ്ടുപോയി കൊളാക്കി. അപ്പോൾ ഇനിയൊരു ആരോപണമില്ല, അപ്പോൾ ഒന്ന് തട്ടിക്കൂട്ടി എടുത്തതാണോ? അത്ര ലളിതമാണ് കാര്യങ്ങളെങ്കിൽ പിണറായി വിജയൻ ഇത്തരം ഒരു ആരോപണത്തോട് പ്രതികരിക്കാൻ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ വ്യക്തമല്ലേ? താങ്കൾ പറയുന്നത് അത് പിണറായി വിജയൻ തീരുമാനിക്കും പ്രതികരിക്കണോ വേണ്ടതെന്ന്. അങ്ങനെ പിണറായി വിജയനെ തീരുമാനിക്കാൻ ഒറ്റയ്ക്ക് കഴിയുന്നതാണോ? ഒരു ഭരണപരമായ ഉത്തരവാദിത്തമില്ല. ഇത്ര ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ ഒരു കാര്യമല്ലേ? അദ്ദേഹം റിയാസ് പറയുന്ന അഹങ്കാരത്തിന്റെ ഭാഷ പിണറായി വിജയന് സൗകര്യമില്ല, പിണറായി വിജയൻ ഇതല്ലേ പണി എന്ന് ചോദിച്ചാൽ പിണറായി വിജയന്റെ പണി ഇത് തന്നെയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുക, അദ്ദേഹത്തിന്റെ ഭാഗം പറയുക എന്ന് പറയുന്നത് പ്രാഥമികമായ ജനാധിപത്യ മര്യാദയാണ്. ഇവിടെ മോദിയുടെ കാർബൺ കോപ്പിയായി ഞാൻ എന്റെ കാര്യമല്ല, ഞങ്ങൾക്ക് അതിനോട് പ്രതികരിക്കാൻ സൗകര്യമില്ല എന്ന് പറയുന്നതിനകത്ത് എന്താണ് കാര്യം? ഈ പറയുന്ന തുടർഭരണം എന്ന് പറയുന്നത് CPM-ന് കൊടുത്ത കുറച്ച് സൗകര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞ ഭരണത്തിന് എല്ലാ നടപടികൾക്കുമുള്ള അംഗീകാരമായി കാണേണ്ടതില്ല. സ്വാഭാവികമായി പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ അധികാരത്തിൽ വന്നു എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ജനങ്ങളുടെ വിധി എന്ന് പറയുന്നത് അന്തിമമൊന്നുമല്ല. ഇതിനകത്ത് ഈ ശൈലിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് തുടർഭരണം കിട്ടി, അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പോകുമെന്നാണെങ്കിൽ അതിന് എതിരായുള്ള പ്രതികരണങ്ങളും ജൈവികമായി തന്നെ ഉയർന്നു വരും. ആ കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല. ഈ പറയുന്ന താങ്കൾ പറയുന്നു ഏത് കാര്യത്തിലാണ് ഈ പറയുന്ന അന്തിമമായി പിണറായി വിജയൻ കുറ്റവിമുക്തനായിരിക്കുന്നത്? ഈ മാസപ്പടി കേസിൽ ഏറ്റവും അവസാനത്തെ കോടതിയുടെ വിധി അന്തിമമാണെന്ന് കരുതുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് മാത്യു കൊളനാടൻ അതിന്റെ തുടർ നടപടികളുമായി നിയമ നടപടികളായി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇതിനകത്ത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ഭരണത്തിന് ശേഷം വന്ന തുടർ ഭരണം CPM-ന് അധികമായ ഒരു ആത്മവിശ്വാസവും അഹങ്കാരവും നൽകിയിരിക്കുകയാണ്. ഞങ്ങൾ എന്തൊക്കെ കാണിച്ചാലും അത് കഴിഞ്ഞ ഭരണത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റ് ഉണ്ട്, കഴിഞ്ഞ ഭരണത്തിലെ ഞങ്ങളുടെ നടപടികൾക്ക് ജനങ്ങളുടെ അംഗീകാരമുണ്ട്, അതുകൊണ്ട് ആരെയും വകവെക്കേണ്ടതില്ല എന്നുള്ള ഒരു പ്രവർത്തന ശൈലിയുടെ ക്ലൈമാക്സിലേക്കാണ് പോകുന്നത്. അതാണ് ഇതിനടക്കം പ്രതിഫലിക്കുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, നോക്കൂ, നിയമസഭാ സമ്മേളനം 10-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരുമ്പോൾ 4-ാം തീയതി റിസൾട്ട് വന്നു എന്ന് ഓർക്കണം. അപ്പോൾ ആ 4-ാം തീയതിത്തെ റിസൾട്ട് തന്നെ അത് UDF-ന് അനുകൂലമാണ് എങ്കിൽ UDF അതിൻ്റെ ആത്മവിശ്വാസത്തിലായിരിക്കും നിയമസഭയിലേക്ക് പോവുക. UDF-നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ കെട്ടിപ്പൊക്കി ആ നിയമസഭാ സമ്മേളനത്തിന് അജണ്ട ഉണ്ടാക്കാൻ സാധിക്കും. ഇനി മറുഭാഗത്ത് നോക്കിയാലോ, LDF-നെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ഭരണ നേട്ടങ്ങൾ വിശദീകരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്, അത് ദേശീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് എന്നാണ് വിശദീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തങ്ങളെ ബാധിക്കുന്നില്ല എന്ന് വേണമെങ്കിൽ LDF-ന് പറയുകയും ചെയ്യാം. ഇനി ഇപ്പോൾ ഈ മാസപ്പടി വിവാദം, CMRL, SFIO അന്വേഷണം, അതൊക്കെ തന്നെയും അടുത്ത സർക്കാരിനെ, കേന്ദ്ര സർക്കാരിനെ ആശ്രയിച്ചായിരിക്കും അതെങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത്.
ഇതേപോലെ തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി BJP അധികാരത്തിൽ വന്നാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം എന്താണോ ചെയ്തത് അത് മുഴുവൻ ചെയ്യുമെന്ന് കാണാം. പക്ഷേ ഒരു അബ്സല്യൂട്ട് മെജോറിറ്റി ഇല്ലാത്ത സർക്കാരാണെങ്കിൽ അതിന് പരിമിതിയുണ്ട്. BJPക്ക് ഭരണം നഷ്ടപ്പെടുകയാണെങ്കിൽ ഒട്ടും ആ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്നറിയാം, കാരണം ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോട്. അപ്പോൾ ജേക്കബ് ജോർജ് 10-ാം തീയതിക്ക് ശേഷം അല്ലെങ്കിൽ 4-ാം തീയതിക്ക് ശേഷം കേരള രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നതിൽ ഈ പറയുന്ന ബാർകോഴ ആരോപണത്തിന് എന്തെങ്കിലും പങ്കുവഹിക്കാൻ സാധ്യതയുണ്ടോ? അല്ല, ബാർക്കോഴ ആരോപണം പ്രഥമ ദൃഷ്ടിയ ആ പ്രസ്താവനയിൽ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ ശബ്ദരേഖയിൽ, അനിമോൻ്റെ ശബ്ദരേഖയിൽ ഒരു ശബ്ദമുണ്ട്. അത് പക്ഷേ ഒരു ലക്ഷണയുക്തമായ ഒരു ആരോപണമായിട്ട് ഗവൺമെന്റിനെ പിടിച്ചുകുലുക്കുന്ന, നാടിനെ പിടിച്ചുകുലുക്കുന്ന ഒരു കനത്ത തീ കത്തുന്ന ആരോപണമായിട്ട് മാറ്റിയെടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അത്ര കണ്ട് ശേഷി അതിനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉദാഹരണത്തിന് ഞാൻ പറയട്ടെ, ഈ ബാർ ഉടമസ്ഥരുടെ കൂട്ടത്തില് ഇപ്പം ഇന്നത്തെ ദേശാഭിമാനിലെ വാർത്ത ജോസഫ് ഗ്രൂപ്പിന്റെ ആളും കൂടി ഉണ്ടെന്നാണ് ഇടുക്കി ജില്ലയിലെ. എന്തുകൊണ്ട് അവരുടെ നിന്നൊക്കെ വിവരങ്ങൾ ശേഖരിച്ചുകൂടാ? ഇത് കളക്ട് ചെയ്തത് ആർക്കാണ്, എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ബാർ ഉടമസ്ഥ സംഘമുണ്ടല്ലോ. ഉടമസ്ഥ സംഘത്തിൽ കോൺഗ്രസ്സുകാരുണ്ടല്ലോ നികേഷ്. നമ്മുടെ കോൺഗ്രസിന്റെ കഴിഞ്ഞ തവണ ആദ്യം ഈ ബാർകോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് ഇപ്പോൾ ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവിൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ്. മാത്രമല്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ചത് ബിജു രമേശായിരുന്നു. ആ സമയത്ത് പണം കൈമാറിയെന്ന കേസിൽ ബിജു രമേശിനെതിരെ പരാതിയും ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ പരസ്യമായി പിടിച്ചു എന്നുള്ള ആക്ഷേപം ഉയർത്തി പൊതുമധ്യത്തിൽ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ അന്വേഷിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കാം. അതെ, നമ്മുടെ ആറ്റിങ്ങലിലെ ഈ സ്ഥാനാർത്ഥി അങ്ങ് സൂചിപ്പിച്ച, നികേഷ് സൂചിപ്പിച്ച ആ സ്ഥാനാർത്ഥി തന്നെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവാണ്. അതുകൂടെ ഓർക്കണം. അടൂർ പ്രകാശ് പ്രമുഖ നേതാവാണ്. അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബാറുണ്ട്. അദ്ദേഹം ബാർ ഉടമയാണ്. അദ്ദേഹം ഇങ്ങനെ പിരിവ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ബാർ ഉടമസ്ഥരെ മാനേജർമാരോ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇത്യാദി കാര്യങ്ങൾ അദ്ദേഹത്തിനൊക്കെ, അവർക്കൊക്കെ വിവരം കിട്ടാൻ ഒരു പ്രയാസവുമില്ല ഈ ബാർ ഉടമസ്ഥരുടെ കൂട്ടത്തിൽ നിന്ന്. എനിക്ക് പറയാനുള്ളത്, അല്ല, ഞാൻ അതിൻ്റെ ന്യായാന്യായങ്ങൾ, പ്രതിപക്ഷത്തിന് എല്ലാ അർഹതയുമുണ്ട്. ഇതിനകത്ത് അഴിമതി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കണം. ആ അന്വേഷണത്തിന് വേണ്ടി അവസാനം വരെയും പ്രതിപക്ഷം പോരാടുകയും വേണം, സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ കാണുന്ന, നമ്മൾ തിരുവനന്തപുരത്താണ്, നമുക്കറിയാമല്ലോ ഈ ഫ്ലൈറ്റ് ഓഫ് മണി എന്ന് പറയുകയല്ലേ, ഈ അന്വേഷകരുടെ, ED പോലെയുള്ള, സെബി പോലെയുള്ള സ്ഥാപനങ്ങളിലെ ഫ്ലൈറ്റ് ഓഫ് മണി, കാശ് ഇങ്ങനെ പോകുന്നത് കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. നമ്മൾ പത്രക്കാർക്ക് കുറച്ചൊക്കെ കാണുകയും ചെയ്യും, ആരൊക്കെ കാശും പിടിക്കും, എവിടെയൊക്കെ കാശ്. അതാണ് പ്രശ്നം. എന്റെ ചോദ്യം അതാണ് ജേക്കബ് ജോർജ്. അതായത് കേരളത്തിൽ പൊളിറ്റിക്കൽ കറപ്ഷൻ ഉണ്ടോ എന്നുള്ളതാണ്. CMRL അങ്ങനെ നിങ്ങൾ പണം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകാറുണ്ട്, സുഗമമായിട്ടുള്ള എൻ്റെ മലിനീകരണ പ്രവർത്തനം തടസ്സപ്പെടാതിരിക്കാൻ ഞാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകാറുണ്ടെന്ന് ആദായ നികുതി വകുപ്പിന്റെ ട്രിബ്യൂണലിൽ അദ്ദേഹം പറഞ്ഞില്ലേ? അത് ഒത്തുതീർപ്പാക്കി കൊടുത്തില്ലേ ആദായ നികുതി ട്രിബ്യൂണൽ? അതിന്റെ മുകളിൽ കൂടിയാണല്ലോ ഇപ്പോൾ SFI അന്വേഷണം നടക്കുന്നത്. അപ്പോ ഒരു നദിയിൽ മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കമ്പനി സമൂഹത്തിൽ മലിനീകരണം ഉണ്ടാക്കുന്ന ബാർ ഉടമകൾ കൊടുക്കില്ല എന്നെങ്ങനെയാണ് നമുക്ക് പറയാനാവുക? അല്ല, അത് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും വേണ്ട. അത് കണ്ടുപിടിക്കാൻ ഈ പ്രതിപക്ഷത്തിന് അത് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ഇതൊക്കെ നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണല്ലോ ഈ ബാറുകൾ. ഈ ബാർ ഉടമസ്ഥർക്ക് നമ്മുടെ സമൂഹത്തിലുള്ളവർ തന്നെയാണല്ലോ. ഈ അനിമോൻ മുതൽ ഇങ്ങോട്ടുള്ള ചെറുതും വലുതുമായി എല്ലാ ബാർ ഉടമസ്ഥരും നമുക്കൊക്കെ സഹകരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്, അവർ വിവരം ശേഖരിക്കാൻ കഴിയുന്ന ആൾക്കാരാണ്. എന്തുകൊണ്ട് അങ്ങനെ ഒരു വിവരം വരുന്നില്ല? ഞാൻ ഒരൊറ്റ ഈ പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ച് പറഞ്ഞതിനെക്കുറിച്ച് ഒരു വരി. എനിക്കറിയാവുന്ന 3 മന്ത്രിമാർ. ഒന്ന് നേരത്തെ ഇരുന്ന നമ്മുടെ ഗുരുദാസൻ, അദ്ദേഹം ഒരു ചായ പോലും ഒരു ബാർ ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് മേടിച്ച് കുടിച്ചിട്ടില്ല. തീർച്ചയാ നികേഷ്, എനിക്ക് ഉറപ്പുണ്ട്. അല്ല ജേക്കബ് ജോർജ്, CPMന്റെ ഭരണത്തില് ഗുരുദാസനോ MV ഗോവിന്ദനോ അല്ലെങ്കിൽ ഇപ്പോൾ MP രാജേഷിനോ ചായ മേടിച്ച് കുടിക്കാൻ പറ്റില്ല. ചായ മേടിച്ച് കുടിക്കുക AK സെന്ററാണ്. അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനാണ്. അതെ, ഞാൻ ഈ പൊളിറ്റിക്കൽ കറപ്ഷൻ, നമുക്ക് പ്രകടമായ പൊളിറ്റിക്കൽ കറപ്ഷനെ കുറിച്ച് ഞാൻ പറയുകയാണ്. MP രാജേഷോ MV ഗോവിന്ദൻ പക്ഷേ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്കോ വീട്ടിലേക്കോ ബാർ ഉടമസ്ഥരെ കയറ്റത്തേ ഇല്ലായിരുന്നു.
അത് ഒരു നിയമം തന്നെയായിരുന്നു. അതിന്റെ ഓഫീസിലേക്ക് ആരും വരണ്ട, ഒരു ശുപാർശയും നേരിട്ടൊന്നും പറയണ്ട. അവര് ഒരു കാര്യത്തിന് വേണ്ടി പറയണ്ട, കൃത്യമായിട്ട് നടന്നുകൊണ്ടിരുന്നു. അതിനുള്ള സംവിധാനമാണ് ബാർ അനുവദിക്കുന്നതിലും അതുപോലെയുള്ള കാര്യങ്ങൾ തീർക്കുന്നതിലും കൃത്യമായ ഒരു ചട്ടവട്ടം ഈ എക്സൈസ് മന്ത്രിയുടെ ഇപ്പോഴത്തെ മന്ത്രിയുടെയും ഓഫീസിലുണ്ട്. അതനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന്റെ അപ്പുറത്ത് എന്തെങ്കിലും കൈക്കൂലി നടക്കുന്നുണ്ടെങ്കിൽ, കോഴ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കണം, കണ്ടുപിടിക്കണം. അതിനെ കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് താനും. പത്രങ്ങൾക്ക്, മാധ്യമങ്ങൾക്ക് ഇതിന് ചെയ്യാൻ കഴിയും. ഈ പറയുന്ന പ്രതിപക്ഷത്തിനും ചെയ്യാൻ കഴിയും. കെ ജെ ജേക്കബ്, അവസാനം, അതായത് ഇനി കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരും, അത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അജണ്ടകൾ ഉണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനം വീണ് കിട്ടിയ സ്ഥിതിക്ക് അത് ഡെവലപ്പ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കം ഉണ്ടാകാനിടയില്ല. എന്റെ പ്രശ്നം നേരത്തെ നികേഷ് പറഞ്ഞത് തന്നെയാണ്. ഇത് ഒട്ടും ഡെവലപ്പ് ചെയ്യാനോ ഇതിനുവേണ്ടി വർക്ക് ചെയ്യാനോ പ്രതിപക്ഷത്തിന് യാതൊരു താല്പര്യമില്ല. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെയാണ്, CMRLന്റെ ആ ആരോപണം വന്നു കഴിഞ്ഞപ്പം ഒരു വസ്തുതയും കയ്യിലില്ലാതെയാണ് മാത്യു കുഴൽനാടൻ ഇത് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള കറപ്ഷൻ എലമെന്റ്സ് ഉള്ള ഒരു കേസായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു വസ്തുതയും GST അടച്ചില്ല എന്ന് പറഞ്ഞ ആദ്യം, പിന്നെ കൂടുതൽ അടച്ചെന്ന് പറഞ്ഞു, ഒരു തെളിവുമില്ലാതെ, ഒരു വസ്തുത, ഒരു കഷണം കടലാസ് പോലും സംഘടിപ്പിക്കാനുള്ള എഫേർട്ട് ഇല്ലാതെ വെറുതെ വായ്ത്താരി അടിച്ചു നടന്നു. അതൊന്നും മനുഷ്യന് വിശ്വസിക്കില്ല. ഇപ്പൊ നേരത്തെ നികേഷ് ഒരു 20 സംഘടനകളുടെ പേര് വിളിച്ചല്ലോ. ഈ ബാർ ഉടമകൾ മാത്രമായിരിക്കുമല്ലോ സർക്കാരിന്റെ ഈ പോളിസിക്ക് വേണ്ടി പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ മീറ്റിംഗ് വിളിച്ചെങ്കിൽ ബാർ ഉടമകൾ മാത്രമായിരിക്കുമല്ലോ പൈസ പിരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് സർക്കാരിന്റെ പോളിസി മാറ്റുന്നതെന്ന് അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾ മുമ്പേ പറഞ്ഞ 20 ലിസ്റ്റുകളുള്ള ആരോട് ചോദിച്ചാലും പറയാലോ ഞങ്ങൾ പൈസ പിരിച്ചിട്ടുണ്ടല്ലോ, ഞങ്ങൾ പൈസ കൊടുക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന്. എന്താരും മിണ്ടാത്തത്? ഇമാതിരി അസംബന്ധങ്ങൾ പറഞ്ഞു നടക്കുകയും അതിന്റെ പുറത്ത് ഒരു തരത്തിലുള്ള മനുഷ്യന് ലെജിറ്റിമേറ്റ് ആയിട്ട് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ആരോപണങ്ങൾ കൊണ്ടെന്ന് വെച്ചിട്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം എങ്ങനെ ഇരിക്കുന്നത്. ഇവർക്ക് ഇതിന്റെ പുറത്ത് ഒരേ എഫർട്ടും എടുക്കാൻ വയ്യ. മാധ്യമങ്ങൾ അങ്ങോട്ട് പറയും, കുറെ മാധ്യമങ്ങൾ അങ്ങോട്ട് പറയും, കുറെ പ്രതിപക്ഷത്തേക്കാൾ ഇങ്ങോട്ട് പറയും. ഇതിനു മുമ്പേ കൊണ്ടത് ആരോപണം ആരോഗ്യമന്ത്രിക്കെതിരെയായിരുന്നു. ഒരു പറ്റം മാധ്യമങ്ങൾ പുറകെ നടന്നു. എവിടെ എത്തി? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തെറ്റായിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാനോ അതിന്റെ പിറകെ പോകാനോ അതിനുള്ള മിനിമം എഫേർട്ട് എടുക്കാനോ ഒരു സമരം പോലും നടത്താൻ തയ്യാറല്ലാത്ത ഒരു പ്രതിപക്ഷം. എന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ വങ്കൻ പ്രസ്താവന. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നുള്ള മട്ടിൽ ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ പ്രസ്താവന കേട്ട് കഴിയുമ്പോൾ ഞെട്ടിപ്പോയി. കേരളത്തിൽ പബ് സംസ്കാരം കൊണ്ടുവരുന്നു. എവിടെയാണ് ഒരു തരത്തിൽ എക്കണോമി വർക്ക് ചെയ്യുന്ന എല്ലായിടത്തും ഉണ്ട് ഈ കാര്യങ്ങളൊക്കെ. ഈ പണ്ട് 2 പ്രളയം വരും, നാട് മുടിഞ്ഞു പോകുമെന്ന് പ്രാർത്ഥിച്ച് അതേ നാക്കുകൊണ്ടാണ് ഈ വർത്തമാനം പറയുന്നത്. കേരളത്തിൽ പബ് സംസ്കാരം വരുന്നത് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഞെട്ടിപ്പോകുന്നത്. ഇമാതിരി ആത്മാർത്ഥമില്ലാത്ത കാര്യങ്ങളല്ല ചെയ്യേണ്ടത്. സർക്കാരിനെ ഓഡിറ്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തമുണ്ട്. ഈ ആരോപണത്തിന്റെ പുറകെയും അവർ പോണെന്നാണ് ഞാൻ പറയുക. ഈ 100 കണക്കിന് മദ്യം വിൽക്കുന്ന എത്രയോ സ്ഥാപനങ്ങൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ടൂറിസം മിനിസ്റ്റർ വിളിച്ചത് ടൂറിസം ഉദ്യോഗസ്ഥൻ വിളിച്ചത് പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണെങ്കിൽ അവർക്കെല്ലാവരും ഇതിന്റെ ഉണ്ടാവില്ലോ. അന്വേഷിച്ച് ഏതെങ്കിലും ഒരു ഉത്തരവാദിത്വം, ഒരു കത്ത് പ്രതിപക്ഷം അത് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സർക്കാർ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അന്വേഷണം നടത്തണം. ക്രൈംബ്രാഞ്ച് അന്വേഷണം പോരായെങ്കിൽ CBI അന്വേഷിക്കണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടാൽ സർക്കാർ അതിന് വഴങ്ങണം എന്നുള്ള. പക്ഷേ ഉത്തരവാദിത്വത്തോടു കൂടി ഒരു മിനിമം ക്രെഡിബിലിറ്റിയോടുകൂടി ഒരു ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷം തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. വി ആർ അനൂപ്, ജേക്കബ് ജോർജ്, കെ ജെ ജേക്കബ്, നന്ദി സഹകരിച്ചത്. Debate with MV Nikesh Kumar.